Hi everyone. Good evening. Hello. Good evening. Good evening, sir. Good evening. Good evening. Good evening. Topic ഒക്കെ റിവൈസ് ചെയ്തല്ലാവരും റിവൈസ് ചെയ്തായിരുന്നു പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ അത് നേരെ റിവിഷൻ ചെയ്തിട്ട് വന്നാണോ? ഓക്കെ ഫൈൻ. So once again welcome back to the session everyone. And അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ ഒഫീഷ്യലി നമ്മുടെ ഡബിൾഐയുടെ റിവിഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യാണ്. Probably we will be having 3 days of class, and in case of like ഏതെങ്കിലും ടോപ്പിക് പെൻഡിങ് വരുവാണെങ്കിൽ we will take it for extra one more day. So ആ രീതിയിലായിരിക്കും നമ്മുടെ ടോപ്പിക്സ് പോകുന്നുണ്ടാവുക. And we will be going through almost all the topics, not almost all, we will be going through all the examinable topics in the paper double-I. And in addition to that നമ്മുടെ double-I ക്കകത്തുള്ള പേപ്പറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഏതൊക്കെയാണ് നമ്മുടെ എക്സാമിനബിൾ ഏരിയ ആ ഏരിയാസിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് ആൻ ഓവറോൾ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ദ ഹോൾ ഏരിയാസ് ഓഫ് ദി പേപ്പർ double-I. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് വിത്ത് ദ double-I പേപ്പർ, നമുക്ക് ആദ്യമേ ക്വിക്ലി എന്തൊക്കെയായിരുന്നു നമ്മുടെ double-Iക്കകത്ത് പഠിക്കാനുണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. സോ ബേസിക്കലി നമ്മുടെ double-I എന്ന് പറയുന്ന പേപ്പറിന്റെ അകത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ഔട്ട് ഓഫ് 100 മാർക്സ് നമുക്ക് 70% ഡിസ്ക്രിപ്റ്റീവും ബാക്കി 30% MTQs ആയിട്ടാണ് വരുന്നുണ്ടാവുക. ആൻഡ് ഔട്ട് ഓഫ് ദി 70% ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ഏരിയ നമുക്കറിയാം ഒരു 30 മാർക്ക് ക്വസ്റ്റനും 2 20 മാർക്ക് ക്വസ്റ്റനും ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ബേസിക്കലി അൺലൈക്ക് എനി അതർ സബ്ജക്ട് നമ്മുടെ double-I പേപ്പറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഈ ഏരിയാസ് ഓരോന്നും ഡിഫൈൻഡ് ആണ്. ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. ആൻഡ് നമ്മൾ ആ ഏരിയാസ് ആണ് ഇത്രയും ദിവസം പ്രിപ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നു. ആൻഡ് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു ഈ സെയിം ഏരിയ തന്നെയാണ്. സോ ബേസിക്കലി ഏരിയാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് മക്കളെ? നമ്പർ 1 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഏതായിരുന്നു? ഇന്റേണൽ കൺട്രോൾസ് അല്ലേ? സോ ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്ന ഏരിയാസ് നമ്മൾ നോക്കിയിരുന്നു. നമ്പർ 2 ഏതായിരുന്നു? അടുത്ത ഏരിയ ഏതാ? എക്സാക്ട്ലി, ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, റിസ്ക് ആൻഡ് റെസ്പോൺസ് ഉണ്ട്. നമ്പർ 3 നെക്സ്റ്റ് ഏരിയ ഏതാണ്? Substantive procedure. Exactly. Well, we have got the substantive procedures. അല്ലേ? Substantive procedures എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. സോ ഈ 3 ഏരിയ എന്നാണ് നമുക്ക് ഏറ്റവും മജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ? നമ്മുടെ മേജർ എക്സാമിനബിൾ ഏരിയാസ് എന്ന് പറയുന്നത് 3 ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്ത് നിന്ന് തന്നെ നമുക്കറിയാം നോർമലി ടോക്കിംഗ് അബൌട്ട് ഇന്റേണൽ കൺട്രോൾസ് നമുക്ക് അറൌണ്ട് ഒരു റഫ്ലി 16 മാർക്സ് ടു എബോവ് നമുക്ക് ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്ന ഏരിയക്കെന്ന് ചോദിക്കാറുണ്ട്. സെയിം as ദാറ്റ് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ഏരിയക്കകത്തുനിന്നും അറൌണ്ട് 12 മാർക്സ് ടു അപ്പർ ഹാൻഡ് നമ്മളോട് ചോദിക്കാനുണ്ട്. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും എന്താണെങ്കിലും ഒരു 20 മാർക്ക് ക്വസ്റ്റ്യൻ സബ്സ്റ്റാൻറ്റീവ് ആയിരിക്കും. അതിൻ്റെ അകത്ത് തന്നെ റഫ്ലി വിൽ ബി ഗെറ്റിംഗ് മോർ ദാൻ 15 മാർക്സ് ഓഫ് ക്വസ്റ്റ്യൻ. ഇൻ അഡീഷൻ ടു ദാറ്റ് കൂടുതൽ സബ്സ്റ്റാൻറ്റീവ്സ് ബാക്കിയുള്ള ഏരിയാസിലും വരാം. സോ ദെയർ ആർ കേസസ് വെയർ സബ്സ്റ്റാൻറ്റീവ്സ് ഓഫ് ആക്ട്സ് ഫോർ ഈവൻ 32 മാർക്സ് ഇൻക്ലൂഡിംഗ് ദ MCQ. അപ്പൊ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സബ്സ്റ്റാൻറ്റീവ്സ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് തന്നെ നമുക്ക് പറയാം. ആൻഡ് സബ്സ്റ്റാൻറ്റീവ് ആണ് ദ ഹാർട്ട് ഓഫ് ദ പേപ്പർ double-I. സോ ഈ 3 ഏരിയാസ് ആണ് ഏറ്റവും ഹയസ്റ്റ് എക്സാമിനബിൾ ഏരിയാസ് എന്ന് പറയാം. ഇനി ഇതിന് പുറമെ നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന ഏരിയ ആണ് ദ ഏരിയ ഓഫ് റിപ്പോർട്ടിംഗ്. പക്ഷെ റിപ്പോർട്ടിംഗിന്റെ അകത്ത് നോർമലി നമുക്ക് ചോദിക്കാറുള്ള അറൌണ്ട് 5 മാർക്സിന്റെ ഒരു ക്വസ്റ്റൻ ആണ്. നോർമലി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന ക്വസ്റ്റന്റെ കൂടുതൽ തന്നെ കമ്പൈൻ ചെയ്താണ് നമ്മുടെ റിപ്പോർട്ടിംഗിന്റെ ഏരിയയും വരുന്നുണ്ടാവുക. ഇനി റിപ്പോർട്ടിംഗിന്റെ ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഒരു എന്താ പറയാ പ്രോബബിലിറ്റി ഉള്ള ഏരിയാസ് എന്ന് പറയാം മോസ്റ്റ്ലി. സോ നമ്പർ 1 ഈസ് ദ ഏരിയ ഓഫ് എത്തിക്സ്. എത്തിക്സ് എന്ന് പറയുന്ന ഏരിയ ചോദിക്കാനുള്ള ചാൻസസ് ഹൈ ആണ്. ആൻഡ് നമ്പർ 2 ഇറ്റ് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇത്രയാണ് ഹയസ്റ്റ് എക്സാമിനബിൾ ഏരിയാസ് എന്ന് പറയാ നമ്മുടെ പേപ്പർ double-Iക്കകത്ത്. So once again talking about the areas, internal controls എന്ന് പറയുന്ന ടോപ്പിക് ആണ് നമുക്ക് which will be tested for more than 16 marks. Audit risk എന്ന് പറയുന്ന ഏരിയ ഉണ്ട് which will be tested for around 12 marks. Substantive procedures ഉണ്ട് which will be tested for around 15 marks. Reporting in area ഉണ്ട് 5 marks എന്നാണ് ചോദിക്കുക. Ethics normally up to 10 മാർക്ക് വരെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറ്. കോർപ്പറേറ്റ് ഗവേണൻസ് ആണെങ്കിൽ മാക്സിമം up to 10 മാർക്സ് ആണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറ്. ഇത്രയാണ് ഏരിയാസ്. പിന്നെ ഒരു MCQ ക്വസ്റ്റ്യൻ്റെ അകത്ത് നോർമലി എത്തിക്സിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും MCQ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസും കൂടുതൽ ഉണ്ടാവുക. സോ അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ഏരിയാസ് എന്ന് പറയുന്നത് ഓവർ വിച്ച് വി ഹാവ് ടു ഫോക്കസ് ഓൺ. സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ. ഓക്കെ, ആൻഡ് ഓവർ ദിസ് 3 days വി വിൽ ബി ഫോക്കസിങ് ഓൺ ഈച്ച് ഓഫ് ദിസ് ഏരിയാസ്. സോ ഈ ഏരിയാസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ടുമോറോ വി വിൽ ബി ഫോക്കസിങ് ഓൺ ദി ഏരിയാസ് ഓഫ് ഓഡിറ്റ് റിസ്ക്.
And by that time, I will be sharing the area of substantives today itself. Substantive procedures in around 3 hours or a video ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. You have to watch that video. Everyone have to watch that video. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിന്റെ ആ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മൾ എങ്ങനെയാണ് ഓരോ സബ്സ്റ്റാൻറ്റീവ്സ് എഴുതേണ്ടത്, സബ്സ്റ്റാൻറ്റീവ്സിന്റെ നോട്ട് ഉണ്ട്, ആ നോട്ട് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, സബ്സ്റ്റാൻറ്റീവ്സ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. ബിക്കോസ് നമുക്ക് ലൈവിൽ ആ സബ്സ്റ്റാൻറ്റീവ്സിന്റെ ഏരിയാസ് എടുക്കാൻ ടൈം ഉണ്ടാവില്ല, അത് കാരണം കൊണ്ടാണ് അത് ചെയ്യാൻ പറയുന്നത്. ആൻഡ് അതിൻ്റെ അകത്ത് ഉണ്ടാവും എല്ലാ ഇൻസ്ട്രക്ഷൻസും സബ്സ്റ്റാൻറ്റീവ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. ആൻഡ് മോറോവർ ഇൻ കേസ് അങ്ങനെ ആർക്കെങ്കിലും ലിങ്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ച് ഫോർ ACCA substantive procedures by my name. So അങ്ങനെ സെർച്ച് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് ഡയറക്ട്ലി കിട്ടും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഏരിയ ഓഫ് ഇന്റേണൽ കൺട്രോൾസ് ടുഡേ. സോ ബേസിക്കലി കമ്മിങ് ടു ദ ഏരിയ ഓഫ് ഇന്റേണൽ കൺട്രോൾസ്, എന്തായാലും മക്കളെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ what I mean by internal control, and I believe that you know that there is a slight difference with the name of the internal control system. From the last September onwards, we used to call it as systems of internal control. Instead of internal control system, we used to call it as systems of internal control. So എന്തായിരുന്നു systems of internal control എന്ന് പറഞ്ഞാൽ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എന്തായിരുന്നു systems of internal control? പറഞ്ഞു തെറ്റിച്ച് നോ പ്രോബ്ലം, പറയൂ എന്തായിരുന്നു? Process of designing, implementing and maintained by the entity management. മീനിങ് എന്തായിരുന്നു ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാല്? അതൊരു പ്രോസസ് ആയിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണോ, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യും എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചേക്കുന്ന മെഷേഴ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക. നോർമലി വി വിൽ കോൾ ഇറ്റ് ആസ് ഇന്റേണൽ കൺട്രോൾസ്. ശരിയല്ലേ? ഓക്കെ, നമുക്കറിയാം ഒരു കമ്പനിക്ക് പല തരത്തിലുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ഒരു കമ്പനിക്കുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണോ ആ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അച്ചീവ് ചെയ്യും എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുത്തേക്കുന്ന മെഷേഴ്സ് അതിനെയാണ് ഇന്റേണൽ കൺട്രോൾസ് എന്ന് വിളിക്കുക. ആൻഡ് നമുക്ക് ഔട്ട് ഓഫ് വിച്ച് 6 സിസ്റ്റംസ് ആയിരുന്നു ഇന്റേണൽ കൺട്രോൾ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയാണ് 6 സിസ്റ്റംസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയാ? ഏതൊക്കെയാണ് 6 സിസ്റ്റംസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ? റിസ്ക് അസസ്മെന്റ്. 6 സിസ്റ്റംസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, അത് കോമ്പോണന്റ്സ്. 6 സിസ്റ്റംസ് ഏതൊക്കെയാണ്? സെയിൽസ്, പർച്ചേസ് ഉണ്ട്, സെയിൽസ് സിസ്റ്റം ഉണ്ട്, ഇൻവെന്ററി സിസ്റ്റം ഉണ്ട്, Payroll, research and development അല്ല, revenue and capital expenditure, cash and bank. So ഇങ്ങനെ 6 സിസ്റ്റംസ് ആയിരുന്നു നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ, സോ ഈ 6 സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസും നോർമലി എക്സാമിന് ചോദിച്ചുകൊണ്ടിരുന്നത്. സോ ബേസിക്കലി ഈ 6 സിസ്റ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ക്വിക്ലി നോക്കാം. ആൻഡ് വി വിൽ ജസ്റ്റ് ബ്രഷ് ത്രൂ ദാറ്റ്. എന്ന് വെച്ചാൽ ഇൻറ്റു ഇറ്റ് പറയുന്നുണ്ടാവില്ല ഓരോന്നും, ബട്ട് സ്റ്റിൽ വി വിൽ ക്വിക്ലി ബ്രഷ് ത്രൂ ദാറ്റ്. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ഏരിയ. കാറ്റഗറി നമ്പർ 1, you will be getting a question to find out the deficiency in internal control system, plus they will ask you to provide the recommendation, plus there can also be chances of having a question on the test of controls as well. So this is the first category of question. And when it comes to the second category, which is the most prominent one in nowadays, which means mostly നിങ്ങൾക്ക് ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻ കിട്ടാൻ പോകുന്നത്, it will be on the direct control and their test of control ആയിരിക്കും. സോ നോർമലി നിങ്ങളോട് ചോദിച്ചത് ഡെഫിഷ്യൻസി, റെക്കമെൻഡേഷൻ, ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആയിരുന്നു. ബട്ട് ഈ വട്ടം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് ഉള്ളത് ഇറ്റ് വിൽ ബി ഓൺ ഡയറക്ട് കൺട്രോൾസ് പ്ലസ് ഇറ്റ്സ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ. ഈ ഒരു ഏരിയയിലായിരിക്കും. സോ വി വിൽ ബി ഫോക്കസിംഗ് വെരി തറബ്ലി ഓൺ ദ ഏരിയ ഓഫ് ഡയറക്ട് കൺട്രോൾസ് പ്ലസ് ഇറ്റ്സ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ദ സിസ്റ്റംസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ. നമുക്ക് മൊത്തം 6 സിസ്റ്റംസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ഓരോരോ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. സെയിൽസ് സിസ്റ്റം ഉണ്ടായിരുന്നു നമുക്ക് പഠിക്കാനായിട്ട്, പർച്ചേസ് സിസ്റ്റം ഉണ്ടായിരുന്നു നമുക്ക് പഠിക്കാനായിട്ട്, ദെൻ ഇൻവെന്ററി സിസ്റ്റം ഉണ്ടായിരുന്നു, ദെൻ ബാങ്ക് ആൻഡ് ക്യാഷ് ഉണ്ടായിരുന്നു, ദെൻ പേറോൾ സിസ്റ്റം ഉണ്ടായിരുന്നു, ദെൻ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായിരുന്നു. ഇത്രയാണ് നമുക്കുണ്ടായിരുന്ന ടോട്ടൽ സിസ്റ്റംസ്. ഓർമ്മയുണ്ടല്ലോ? എന്തെങ്കിലും ഒന്ന് മിണ്ടി എല്ലാവരും. ഓർമ്മയുണ്ടോ? Yeah, fine. Yes sir, yes sir. So we will start with the sales system. എന്താണ് സെയിൽസ് സിസ്റ്റം എന്നുള്ളത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ബേസിക്കലി എന്താണ് കൺട്രോൾ ആക്ടിവിറ്റീസ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഒരു കമ്പനിയിൽ പല തരത്തിലുള്ള സിറ്റുവേഷൻസ് കാരണം കൊണ്ട് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സെയിം as that സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് കമ്പനിക്ക് പല ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. സെയിൽസ് റിലേറ്റഡ് ഒബ്ജക്റ്റീവ്സ് കമ്പനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല.
അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുത്തേക്കുന്നത്? അതാണ് കമ്പനിയുടെ സെയിൽസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ സെയിൽസ് സിസ്റ്റത്തിന് നമുക്ക് കുറേ പോയിന്റ്സ് ഉണ്ട്. ബേസിക്കലി ഒരു കമ്പനിയുടെ സെയിൽസ് സിസ്റ്റം സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞേക്കുന്ന ഈ കാര്യങ്ങളെല്ലാം പോസിബിൾ ആയിട്ട് അവിടെ ഉണ്ടാവണം. ഈ കാര്യങ്ങൾ ഏതെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞ എക്സാമിൽ എഴുതുന്നത്. ഈ സാധനമെങ്കിലും അതുപോലെ തന്നെ അവിടെ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ഡയറക്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു എഴുതുന്നത്. സോ ലിറ്ററലി ദീസ് തിങ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതിനെക്കുറിച്ച് പ്രോപ്പർ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസേഴ്സും പ്രോപ്പർലി എഴുതാൻ പറ്റത്തുള്ളൂ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഈച്ച് വൺ ഓഫ് ദിസ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറഞ്ഞേക്കാണ് സെയിൽസ് എങ്ങനെയാണെങ്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. സെയിൽസ് ഓർഡർ ഫോമും ഷിപ്പിംഗ് ഡിസ്പാച്ച് ഡോക്യുമെന്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സെയിൽസ് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. വൈ? ബിക്കോസ് സെയിൽസ് ഈ ഷിപ്പിംഗ് ഡിസ്പാച്ച് ഡോക്യുമെന്റേഷൻ ഇല്ലാതെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒക്കർ ചെയ്യാത്ത സെയിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് സെയിൽസ് ഓവർ സ്റ്റേറ്റഡ് ആവുന്നില്ല എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെയിൽസ് അപ്രൂവ്ഡ് സെയിൽസ് ഓർഡർ ഫോം ഉണ്ടെങ്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു, ആരാണോ ഒരു സെയിൽസ് ഓർഡർ എടുക്കുന്നത്, ആരാണോ ആ സെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത്, ആരാണോ അതിന്റെ പേയ്മെന്റ് റിസീവ് ചെയ്യുന്നത്, ഇത് മൂന്ന് ഡിഫറെന്റ് സ്റ്റാഫ് മെമ്പേഴ്സ് ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ആരാണോ ഓർഡർ എടുക്കുന്നത്, ആരാണോ സെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത്, അവർ തന്നെ പേയ്മെന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വിൽ ബി വെരി ഹൈ. സോ ചാൻസസ് ഓഫ് ഹാവിംഗ് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ത്രീ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ചെയ്യണം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ്റെ അകത്ത് എപ്പോഴും നോക്കുക, അലൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ നോക്കണം അലൻ എത്ര റോൾ ചെയ്യുന്നുണ്ട്. ഇഫ് അലൻ ഈസ് ക്യാരിങ് ഔട്ട് മൾട്ടിപ്പിൾ റോൾ, അവിടെ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടിയില്ല ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഇനി അലൻ എന്നുള്ള ടേം പറഞ്ഞിട്ടുണ്ടാവില്ല, പകരം അവിടെ ഫിനാൻസ് ഡയറക്ടർ എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെയിൽസ് ലെഡ്ജർ ക്ലർക്ക് എന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോഴും നിങ്ങൾ നോക്കുക അവർ എത്ര റോൾസ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അടുത്ത നമ്മളോട് പറയാണ് അക്കൗണ്ടിങ് ഫോർ ന്യൂമറിക്കൽ സീക്വൻസസ് ഓഫ് ഇൻവോയ്സ്. നമ്മുടെ ഇൻവോയ്സുകൾ ഓരോന്നും സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം. 1 2 3 4 5 6 7 8 1001 1002 1003 1004 1005. So invoices should be sequentially numbered. Not just about the invoice. എപ്പോഴും ഓർത്ത് വെച്ചോ, എല്ലാ ഡോക്യുമെന്റ്സും കമ്പനിയുടെ സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം. സീക്വൻഷ്യലി എന്തിനാണ് നമ്പർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല എന്നുണ്ടെങ്കിൽ ഇൻ കേസ് എങ്ങാനും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഇൻവോയ്സ് മിസ്സായി കഴിഞ്ഞാൽ യു വോണ്ട് ബി ഏബിൾ ടു ട്രേസ് ദാറ്റ്. ഇൻവോയ്സ് മിസ്സായത് ട്രേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സെയിൽസ് അൺറെക്കോർഡഡ് ആയപ്പോൾ കമ്പനിക്ക് ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. കേസ് നമ്പർ 1. ഇനി ഇൻവോയ്സ് കാണാതെ പോകുന്ന പോലെ തന്നെ കമ്പനിയുടെ സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം. സെയിൽസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കസ്റ്റമർ നമുക്ക് തന്നേക്കുന്ന ഓർഡർ ആണ്. സോ സെയിൽസ് ഓർഡർ സീക്വൻഷ്യലി നമ്പേർഡ് അല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും സംഭവിക്കുക? അൺഫുൾഫിൽഡ് ഓർഡേഴ്സ് ഉണ്ടാവും. കസ്റ്റമേഴ്സിന് ഓൺ ടൈം ഓർഡേഴ്സ് പോവില്ല, കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആവും, ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. അതാണ് സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യലി നമ്പേർഡ് അല്ലെങ്കിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗുഡ്സ് ഡിസ്പാച്ച് നോട്ട്, നമ്മുടെ ഗുഡ്സ് കൊടുത്തു വിടുമ്പോൾ കൊടുക്കുന്ന ഗുഡ്സ് ഡിസ്പാച്ച് നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം. ഗുഡ്സ് ഡിസ്പാച്ച് നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഗുഡ്സ് ഡിസ്പാച്ച് നോട്ടിന്റെ കോപ്പി 2 സ്ഥലത്തേക്കാണ് പോകേണ്ടത്. സെയിൽസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കും പോകണം, അറ്റ് ദി സെയിം ടൈം നമ്മുടെ കമ്പനിയുടെ ഇൻവോയ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കും പോകണം. സീക്വൻഷ്യലി നമ്പേർഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇൻവോയ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓൺ ടൈം അവർ ബില്ലിംഗ് ചെയ്യില്ല, ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ഇനി GDNന്റെ കോപ്പി അതേപോലെ തന്നെ സെയിൽസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പോയില്ലെങ്കിൽ അവരെന്ത് ചെയ്യത്തില്ല? അൺഫുൾഫിൽഡ് ഓർഡേഴ്സ് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ട്രേസ് ചെയ്യത്തില്ല. ട്രേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആവും, ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ക്ലിയർ ആയോ? ഓക്കെ മക്കളെ, പടപടയെന്ന് പറയൂട്ടോ, എടുത്തു പോകണം, ക്ലാസ് പോലെ ഇരിക്കില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു മന്ത്ലി ബേസിസിൽ കസ്റ്റമേഴ്സിന് സ്റ്റേറ്റ്മെന്റ് അയച്ചു കൊടുക്കണം. കസ്റ്റമർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സപ്ലയർ കസ്റ്റമർക്ക് അയച്ചിട്ട് പറയണം നിങ്ങൾ നമുക്ക് ഇത്ര എമൗണ്ട് തരാനുണ്ട്. സോ മന്ത്ലി ബേസിസിൽ കസ്റ്റമർ സ്റ്റേറ്റ്മെന്റ് സെൻഡ് ഔട്ട് ചെയ്യണം. കസ്റ്റമേഴ്സിനുള്ള ക്യൂരീസും കംപ്ലൈൻസും നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. മന്ത്ലി ബേസിസിൽ കസ്റ്റമർ സ്റ്റേറ്റ്മെന്റ്സ് അയച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ബാഡ് അപ്സിനുള്ള പോസിബിലിറ്റി കൂടും. കസ്റ്റമർ കംപ്ലൈൻസ് ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആവും. ഇനി നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞേക്കാണ് ക്രെഡിറ്റ് ടേംസ് ഓതറൈസ് ചെയ്യണം. മാരകമായ പോയിന്റ് ആണ്. എപ്പോഴും നിങ്ങൾ ഓർത്ത് വെച്ചോ, നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ എ സീനിയർ പേഴ്സൺ. ക്രെഡിറ്റ് ലിമിറ്റ് സീനിയർ പേഴ്സൺ അല്ല ഓതറൈസ് ചെയ്തേക്കുന്നത്. എത്ര എമൗണ്ട് വരെ ക്രെഡിറ്റ് കൊടുക്കാന്നുള്ള കാര്യം സീനിയർ പേഴ്സൺ അല്ല ഓതറൈസ് ചെയ്തേക്കുന്നത് വെച്ചു. 2 പോസിബിലിറ്റിയാണ്. പോസിബിലിറ്റി നമ്പർ 1, ഒന്നെങ്കിൽ ലോവർ റേറ്റ് ആയിരിക്കും കോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹയർ റേറ്റ് ആയിരിക്കും കോട്ട് ചെയ്യുന്നുണ്ടാവുക. സോ ലോവർ റേറ്റ് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും? 10,000 റുപ്പീസ് ക്രെഡിറ്റ് ലിമിറ്റ് കൊടുക്കേണ്ട ഒരാൾക്ക് 6,000 കൊടുത്തുള്ളൂ. അപ്പൊ ആൾ എന്ത് ചെയ്യും? 6,000 പ്രൊഡക്റ്റ് വാങ്ങിക്കുള്ളൂ. കമ്പനിക്ക് ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും, കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യും. അറ്റ് ദി സെയിം ടൈം 10,000 റുപ്പീസ് മാത്രം ക്രെഡിറ്റ് ലിമിറ്റ് കൊടുക്കേണ്ട ഒരാൾക്ക് നമ്മൾ ഹയർ ലിമിറ്റ് കൊടുത്തു, 12,000 കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും?
ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് ക്രെഡിറ്റ് ലിമിറ്റ് എപ്പോഴും സീനിയർ സ്റ്റാഫ് മാത്രമേ ഓതറൈസ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത നമ്മളോട് പറയണം കസ്റ്റമർ ഡേറ്റയ്ക്കകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ സീനിയർ സ്റ്റാഫ് ഓതറൈസ് ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ടാ? അവിടെ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞതായിരിക്കും കസ്റ്റമർ ഡേറ്റ സീനിയർ സ്റ്റാഫ് അല്ല ഓതറൈസ് ചെയ്തേക്കുന്നതെന്ന് വെച്ചോ, ഓട്ടോമാറ്റിക്കലി ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? ഫേവറബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് കൂടുതൽ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട്സ് കൊടുക്കും. സോ ഓട്ടോമാറ്റിക്കലി കമ്പനിക്ക് ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. അതേപോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടാവില്ല. സോ ആ കസ്റ്റമേഴ്സ് എന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആവും. എക്സാക്ട്ലി അതായിരിക്കും അവിടെ ഉണ്ടാവുക കസ്റ്റമർ ഡേറ്റ ഓതറൈസേഷൻ ഇല്ലാതെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ പറയാണ് ഓരോ കസ്റ്റമേഴ്സിനും കൊടുത്തേക്കുന്ന ക്രെഡിറ്റ് ലിമിറ്റ് റെഗുലർലി റിവ്യൂ ചെയ്യണം. ക്രെഡിറ്റ് ലിമിറ്റ് റിവ്യൂ ചെയ്തതിനു ശേഷം മാത്രമേ ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ക്രെഡിറ്റ് ലിമിറ്റ് റിവ്യൂ ചെയ്യാണ്ട് ഓർഡർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? അഗെയിൻ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സിനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. കാരണം 10,000 ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ള ഒരാൾ 12,000 ഓർഡർ തന്നു, നമ്മൾ പ്രോസസ് ചെയ്തിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആൾ സാധനമായിട്ട് പോവുകയും ചെയ്യും, നമുക്ക് പൈസ കിട്ടത്തില്ല. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു പർച്ചേസ് പ്രൈസ് ഓതറൈസ് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ സ്പെസിഫൈഡ് ടേംസ് ഓഫ് ട്രേഡ് ഇൻ പ്ലേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. പർച്ചേസ് പ്രൈസ് നമുക്ക് എന്തിനാണ് വേണ്ടത്? ഓതറൈസ് പർച്ചേസ് ലിസ്റ്റ് വേണം, പ്രൈസ് ലിസ്റ്റ് വേണം. പ്രൈസ് ലിസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് ഇഷ്ടമുള്ള റേറ്റിന് എംപ്ലോയീസിന് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും. എംപ്ലോയീസ് ഇഷ്ടമുള്ള റേറ്റിന് പ്രൊഡക്ട്സ് വിൽക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് പറ്റും? രണ്ട് പോസിബിലിറ്റിയാണ്. ഒന്നെങ്കിൽ അവർ ഹയർ പ്രൈസിനായിരിക്കും സെയിൽ ചെയ്യുക, അല്ലെങ്കിലോ എംപ്ലോയീസ് ലോവർ പ്രൈസിനായിരിക്കും സെയിൽ ചെയ്യുക. ഹയർ പ്രൈസിന് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആവും. ലോവർ പ്രൈസിന് സെയിൽ ചെയ്ത് കഴിഞ്ഞാലോ കമ്പനിക്ക് ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ക്ലിയർ ആയോ? ഇനി ഷിപ്പിംഗ് ഡിസ്പാച്ച് ഡോക്യുമെന്റേഷൻ നമ്മൾ സെയിൽസ് ഇൻവോയ്സുമായിട്ട് മാച്ച് ചെയ്യണം. 10 പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഷിപ്പ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ 10 പ്രൊഡക്റ്റ് തന്നെയാണ് സെയിൽസ് ഇൻവോയ്സിന്റെ അകത്തുള്ളത് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ 10 എണ്ണം കൊടുത്തിട്ട് 12 എണ്ണത്തിന്റെ ബില്ല് ചെയ്യും, കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡ് ആവും. അല്ലെങ്കിൽ 10 എണ്ണം കൊടുത്തിട്ട് 8 എണ്ണം ബില്ല് ചെയ്യും, ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞ് ഗുഡ്സ് ഷിപ്പ് ചെയ്യുമ്പോൾ ആ ഗുഡ്സ് ഷിപ്പ് ചെയ്തേക്കുന്ന സെയിൽസ് ഇൻവോയ്സിന്റെ അകത്ത് കിടക്കുന്ന സെയിം തന്നെയാണോ നോക്കണം. അടുത്ത് നമ്മൾ പറഞ്ഞു ഡെയിലി ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് ഇൻവോയ്സും ഡെയിലി സെയിൽസ് റിപ്പോർട്ടും റീകൺസൈൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാ ഒരു പർട്ടിക്കുലർ ഡേയിൽ എത്ര സെയിലാണ് നടന്നിരിക്കുന്നത്? 10 സെയിലാണ് നടന്നെങ്കിൽ ആ 10 സെയിലിനെയും ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ. അല്ലെങ്കിൽ കട്ട് ഓഫ് എറേഴ്സും ഉണ്ടാവും, ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു സെയിൽസ് ഇൻവോയ്സ് മാച്ചിങ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാൻ പാടുള്ളൂ. ജേർണൽ എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജേർണൽ എൻട്രി നമ്പർ ആ ഡോക്യുമെന്റ്സിന്റെ മേലെ എഴുതി വെക്കണം. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പം ഒരു ഡെബിറ്റ് ക്യാഷ് ക്രെഡിറ്റ് സെയിൽ എന്ന് ഒരു ജേർണൽ എൻട്രി എഴുതുകയാണ്. ആ ജേർണൽ എൻട്രി പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ആദ്യമേ ഒരു സെയിൽസ് ഇൻവോയ്സും അതേപോലെ തന്നെ ഈ സെയിൽസ് ഇൻവോയ്സിന് പുറമെ വേറെ എന്തൊക്കെയാണോ ഇതിന്റെ GDN മാച്ചിങ് ഡോക്യുമെന്റ്സും വേണ്ടത് ആ മാച്ചിങ് ഡോക്യുമെന്റ്സ് ഒക്കെ വേണം. ഇതൊക്കെ എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ സെയിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. സോ ദാറ്റ് വി വിൽ ബി ഏബിൾ ടു എൻഷുർ ദാറ്റ് ഒക്കർ ചെയ്തിട്ടുള്ള സെയിൽ മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത് നമ്മളോട് പറയാണ് അതുപോലെ തന്നെ വൺസ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ജേർണൽ എൻട്രി നമ്പർ കിട്ടും. ഈ ജേർണൽ എൻട്രി പാസ് ചെയ്ത് കഴിയുമ്പോൾ JB001 എന്ന് പറഞ്ഞ ജേർണൽ എൻട്രി നമ്പർ ഉണ്ട്. ആ ജേർണൽ എൻട്രി നമ്പർ ഞാൻ അതുപോലെ തന്നെ ഡോക്യുമെന്റിന്റെ മേലെ എഴുതി വെക്കണം. അപ്പൊ എനിക്ക് എന്ത് എൻഷുർ ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഡോക്യുമെന്റിന്റെ മേലെ നമ്പർ ഇല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവും. സോ ലിറ്ററലി ഡോക്യുമെന്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. അറ്റ് ദ സെയിം ടൈം ഒക്കർ ചെയ്ത സെയിൽ മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലാവും. ക്ലിയർ ആയോ? പെർഫെക്റ്റ്. നെക്സ്റ്റ് നമ്മൾ പറയാണ് all shipping documents forwarded to the invoicing session on daily basis. നമ്മൾ ഷിപ്പിംഗ് ഡോക്യുമെന്റേഷൻസ് ഓരോന്നും ഡെയിലി ബേസിസിൽ എന്ത് ചെയ്യണം? ഇൻവോയ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കണം. ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് ഓരോന്നും ഇൻവോയ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡെയിലി ബേസിസിൽ അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? സിമ്പിൾ, ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് നമ്മുടെ GDNന്റെ കോപ്പി, അതായത് GDNന്റെ കോപ്പി ഇൻവോയ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നിട്ടില്ലെങ്കിൽ അവർ ബില്ല് ചെയ്യത്തില്ല, ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ക്ലിയർ ആയോ? ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സിനെയാണ് നമ്മളെന്ന് വിളിക്കുക, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് വിളിക്കുക. അതായത് നിങ്ങൾ ഇരിക്കുന്നതിന്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒട്ടിച്ചു വെക്കും അല്ലെ. എന്തിനാണ് നമ്മൾ ഒട്ടിച്ചു വെക്കുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ കമ്പനിയിലുള്ള അക്കൗണ്ട്സ് എന്ന് മനസ്സിലാവാനായിട്ട്. അതായത് ഇങ്ങനെയുള്ള ഒരു ഡോക്യുമെന്റ് ആയിരിക്കും ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയാം. നിങ്ങൾ അക്കൗണ്ടന്റ് ആയിട്ട് ഇരിക്കുന്നതിന്റെ ഫ്രണ്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു ഒട്ടിച്ചു വെച്ചേക്കാം അത്. സോ ദാറ്റ് നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് ഓരോരോ ജേർണലും പാസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് കറക്റ്റ് അക്കൗണ്ടിങ് ഹെഡിലേക്ക് ഓരോന്നും പോകുന്ന എൻഷുർ ചെയ്യാം. So it is to ensure the classification. Correct accounting headline transaction കാണിച്ചേക്കുന്ന എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായോ? Okay. And very finally, we have to place codes for the different types of products and services. ഓരോ പ്രോഡക്റ്റ് ആൻഡ് സർവീസിന് വേണ്ടി ഡിഫറെന്റ് കോഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. So that we will be able to ensure that കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ബില്ല് ചെയ്യുന്നത്.
സോ അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് വിത്ത് റിഗാർഡിംഗ് ദി സെയിൽസ് സിസ്റ്റം. ക്ലിയർ ആയോ? പെർഫെക്റ്റ്. അപ്പൊ ആരെങ്കിലും എന്റെ ക്ലാസ് ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ ഡു വൺ തിങ്. ഞാനിപ്പോ ക്വിക്ലി ആണ് പറഞ്ഞു പോകുന്നത്. സോ ദിസ് സെയിം വീഡിയോ ഇസ് അവൈലബിൾ ഇൻ യൂട്യൂബ്. സോ അവിടെ പോയിട്ട് പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് ജസ്റ്റ് ആസ്ക് മീ ടുമോറോ. ഓക്കെ, ക്ലിയർ അല്ലേ ഇപ്പൊ ആസ് ഓഫ് നൗ എല്ലാവർക്കും? പെർഫെക്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ പർച്ചേസ് സിസ്റ്റം. സോ ബേസിക്കലി സെയിൽസ് സിസ്റ്റത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പർച്ചേസ് സിസ്റ്റം എന്ന് പറയാം. Slight difference will be there in the name of the documents as well as the ledger books that we use. Other than that, baaki almost same thaniyanu. The very first one, authorization procedures and policies in place for ordering goods and services. Purchase orders raised for each purchase should be authorized by appropriate senior personnel. രണ്ടിന്റെ ഉള്ളടക്കം സെയിം ആണ്. രണ്ടും പറഞ്ഞ എന്താ, ഓതറൈസേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അപ്രൂവൽ. അപ്രൂവൽ ഇല്ലാതെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? there can be chances that employees unwanted products കമ്പനിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യും, which will create unnecessary cash outflow for the company. Second one, employees might order goods for their own personal purpose, which might result in fraudulent transactions. അപ്പൊ അങ്ങനെ രണ്ട് പോസിബിലിറ്റി ആണ് വരിക. ഒന്ന്, അവർ ആവശ്യമില്ലാത്ത പ്രൊഡക്ട്സ് വാങ്ങിക്കും, കമ്പനിക്ക് അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും. രണ്ട്, അവരെന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? അവരുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് വാങ്ങിക്കും, which might result in cash outflows for the company. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് പറയാണ് അതുപോലെ തന്നെ ആരാണോ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത്, ആരാണോ ആ ഓർഡേഴ്സ് റെക്കോർഡ് ചെയ്യുന്നത്, ആരാണോ അതിന്റെ പേയ്മെന്റ് നടത്തുന്നത്, അത് മൂന്ന് ഡിഫറെന്റ് സ്റ്റാഫ് മെമ്പേഴ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞു. What do you mean by that again? Nothing but the segregation. Yeah, that's segregation of duty. And what happens if there is no segregation of duty? There can be chances of having fraudulent transactions again. Clear ayo? Okay. Next, approved purchase order form for each receipts of good. And the next one, staff receiving goods should check them to purchase order. So നമ്മൾ ഓരോ ഓർഡേഴ്സും പ്ലേസ് ചെയ്തതിന്, അത് ഓരോ ഗുഡ്സും റിസീവ് ചെയ്തതിന് പർച്ചേസ് ഓർഡേഴ്സ് ഉണ്ടാവണം. അതുപോലെ തന്നെ സ്റ്റാഫ് ഒരു ഗുഡ്സ് റിസീവ് ചെയ്തതിനു ശേഷം പർച്ചേസ് ഓർഡറുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചോ, മാസ്മരികമായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിട്ടുണ്ടാവും ഇവർ ഇന്ന ഡോക്യുമെന്റ്സ് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം ഓക്കെ ആണ്, ഇവർ ഇന്ന ഡോക്യുമെന്റ്സ് വെച്ച് ഇന്ന കാര്യം നോക്കിയിട്ടുണ്ട്, ദാറ്റ്സ് പെർഫെക്റ്റ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. കുറെ കഥകൾ പറയുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കണം എന്നറിയോ? ഇവർ ഡോക്യുമെന്റ്സ് നോക്കിയിരിക്കുന്നത് പർച്ചേസ് ഓർഡർ തന്നെയാണോ നോക്കണം. ഗുഡ്സ് ഡെലിവറി ചെയ്തതിനു ശേഷം എപ്പോഴും നമ്മൾ നോക്കേണ്ടത് പർച്ചേസ് ഓർഡർ വെച്ചിട്ടാണ്, വേറെ ഒന്നും വെച്ചിട്ടല്ല. കാരണം അൾട്ടിമേറ്റ്ലി നമുക്ക് അറിയേണ്ടത് എന്താ, നമ്മൾ ഓർഡർ ചെയ്ത സാധനം തന്നെയാണോ വന്നേക്കുന്നതെന്നാണ് അറിയേണ്ടത്. ശരിയല്ലേ? അതായത് 100 പ്രൊഡക്ട്സ് നിങ്ങൾ ഓർഡർ ചെയ്തു, എന്ത് പ്രൊഡക്റ്റ് എന്തിനു വേണ്ടിയിട്ട് ഓർഡർ ചെയ്തു, ആ സെയിം പ്രൊഡക്റ്റ് തന്നെയാണോ വന്നേക്കുന്നതെന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അങ്ങനെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കേസ് നമ്പർ 1, നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്ട്സ് വന്നിട്ടുണ്ടാവില്ല. So which might result in stock out for the company and they won't be able to meet the customer demand. Number 2, there can also be chances that they might have received the products which they have not ordered, which might result in the unnecessary cash outflow for the company. Clear ayo? Okay, yes, so keep that one in mind. Always there is two possibility. Either there can be chances that they might have received the goods they have in order, so which will create unnecessary cash flow for the company. And at the same time, there can also be chances that they might not have received the products which they have ordered, which will result in stock outs and they won't be able to meet the customer demands. Perfect. അടുത്ത നമ്മളോട് പറയാണ് സ്റ്റോർസ് ക്ലർക്ക് ഓരോ ഗുഡ്സും റിസീവ് ചെയ്തതിനു ശേഷം സൈൻ ചെയ്യണം. എന്തിനാ? അത് കിട്ടിയതാണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി. അടുത്തത്, സപ്ലയർ സ്റ്റേറ്റ്മെന്റ്സ് ഇൻഡിപെൻഡന്റ്ലി റിവ്യൂ ആൻഡ് റീകൺസൈൽ ടു ട്രേഡ് പേയബിൾസ് റെക്കോർഡ്. സപ്ലയർ സ്റ്റേറ്റ്മെന്റ് ഓരോന്നും നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് റിവ്യൂ ചെയ്യണം, അത് ട്രേഡ് പേയബിൾ റെക്കോർഡുമായിട്ട് റീകൺസൈൽ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യാം? കാരണം സപ്ലയർ സ്റ്റേറ്റ്മെന്റ് അത് പറയുന്നത് എന്താ, സപ്ലയർക്ക് എത്ര കൊടുക്കാനുള്ളതായിരിക്കും സപ്ലയർ പറയാ. നമ്മൾ ട്രേഡ് പേയ്മെന്റ് റെക്കോർഡിനകത്ത് സെയിം എമൗണ്ട് തന്നെയാണോ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് പേയ്മെന്റ് ഉണ്ടാവും. നമ്മൾ സപ്ലയർക്ക് ഓൾറെഡി കൊടുത്ത പൈസ തന്നെ നമ്മൾ വീണ്ടും എടുത്ത് കൊടുത്തോണ്ടിരിക്കും, നമ്മൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിലോ സപ്ലയർ ഓൺ ടൈം പേയ്മെന്റ് പോയിട്ടുണ്ടാവില്ല, സപ്ലയർ എന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആവും. ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത നമ്മൾ പറയാണ് പർച്ചേസ് ഓർഡർ ആൻഡ് GRN ആർ മാച്ച്ഡ് വിത്ത് സപ്ലയർ ഇൻവോയ്സ്. അതെന്തിനാ? 10 പ്രൊഡക്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്തു, ഈ 10 പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങൾ റിസീവ് ചെയ്തേക്കുന്നത് നോക്കണം, ഈ 10 പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങൾ ഇൻവോയ്സ് കൊടുത്തേക്കുന്നത് നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് പർച്ചേസ് ഓർഡേഴ്സ് ഓരോന്നും GRN ആയിട്ട് മാച്ച് ചെയ്യണം, GRN ഓരോന്നും സപ്ലയർ ഇൻവോയ്സുമായിട്ട് മാച്ച് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത നമ്മുടെ GRN-ഉം പർച്ചേസ് ഓർഡേഴ്സും പ്രീ നമ്പേർഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. കീപ് ദിസ് വൺ ഇൻ മൈൻഡ്. നമ്മുടെ പർച്ചേസ് ഓർഡർ പ്രീ നമ്പേർഡ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് സീക്വൻഷ്യലി നമ്പേർഡ് അല്ലെങ്കിൽ
Purchase orders sequential number അല്ലെങ്കിൽ we will not be able to trace any of the purchase order if they have gone missing. Not just about the purchase order, about all documents. If they are not sequentially numbered, we won't be able to trace that in case if we have missed that particular document. Purchase orders miss ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? We won't be able to trace unfulfilled orders. Perfect. Unfulfilled orders നമുക്ക് trace ചെയ്യാൻ പറ്റില്ല. Fulfill ആവാത്ത orders trace ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? Stock out ഉണ്ടാവും, customer demands meet ചെയ്യാൻ പറ്റാണ്ട് വരും. മനസ്സിലായോ? Okay. And what happens if the GRN is not pre-numbered? GRN ന്റെ pre-numbered അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? Sales ordering, purchase invoicing department അത് കിട്ടൂല. So accounts department അതിന്റെ കോപ്പി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ they might not process the payment on time. Supply will be dissatisfied and they won't be willing to extend the credit in future. Clear ആയോ? അതായത് നമ്മുടെ GRN pre-numbered അല്ലാന്നുണ്ടെങ്കിൽ അത് മിസ്സായി കഴിഞ്ഞാൽ എന്ത് പറ്റും? സപ്ലയർ ഓൺ ടൈം പേയ്മെന്റ് പോവില്ല, സപ്ലയർ ഡിസാറ്റിസ്ഫൈഡ് ആവും, സപ്ലയർ ഫ്യൂച്ചറിൽ ക്രെഡിറ്റ് തരാണ്ടാവും. മനസ്സിലായോ? Okay. Then independent check of amount recorded in the purchase journal. General point ആണ്, നമ്മുടെ പർച്ചേസ് ജേർണലിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഓരോ എമൗണ്ടും കറക്റ്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്യണം. സപ്ലയർ ഇൻവോയ്സ് മാത്തമാറ്റിക്കലി കറക്റ്റ് ആണോ, മിസ്റ്റേക്ക് ഒന്നും ഇല്ലാന്ന് എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ ജനറൽ ലെഡ്ജറിനകത്തെ എമൗണ്ട് തന്നെയാണ് പർച്ചേസ് ലെഡ്ജറിനകത്ത് നിന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ പറഞ്ഞു ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നമ്മളോട് പറഞ്ഞേക്കാണ് ഓരോ പർച്ചേസും നമ്മൾ നടത്തിയതിനു ശേഷം ഇമ്മീഡിയറ്റ്ലി റെക്കോർഡ് ചെയ്യണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി all goods received report forwarded to accounts payable department daily. അതായത് ഓരോ ഗുഡ്സും നമ്മൾ റിസീവ് ചെയ്തേക്കുന്ന അക്കൗണ്ട്സ് പേയബിൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡെയിലി ബേസിസിൽ അയക്കുന്നുണ്ടാവണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് കീപ് വൺ തിങ് ഇൻ മൈൻഡ്. നമ്മുടെ ഗുഡ്സ് റിസീവ്ഡ് റിപ്പോർട്ട് അക്കൗണ്ട്സ് പേയബിൾ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാൽ മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ? ഇൻവോയ്സ് പ്രോസസ് ചെയ്യത്തുള്ളൂ. ഇൻവോയ്സ് പ്രോസസ് ചെയ്താൽ മാത്രമേ സപ്ലൈസ് നോൺ ടൈം പേയ്മെന്റ് പോകുള്ളൂ. അല്ലെങ്കിൽ അഗെയിൻ സപ്ലൈസ് ഡിസാറ്റിസ്ഫൈഡ് ആവും, അവർ ഫ്യൂച്ചറിൽ ക്രെഡിറ്റ് തരാണ്ടാവും. മനസ്സിലായോ? ഓക്കെ. ഇനി നിങ്ങളുടെ പർച്ചേസ് സിസ്റ്റത്തിന്റെ അകത്ത് എപ്പോഴും ഏറ്റവും കൂടുതൽ റിക്കറിംഗ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ് ഡിലേ ഇൻ പേയ്മെന്റ്സ്. നമ്മുടെ ഏതെങ്കിലും പേയ്മെന്റ് ഡിലേഡ് ആയിട്ടാണ് പോകുന്നത്, ഡിലേ ഇൻ പേയ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഡിലേ ഇൻ പേയ്മെന്റ്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏർലി സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട്സ് നിങ്ങൾക്ക് കിട്ടൂല, സപ്ലയർ ഡിസാറ്റിസ്ഫൈഡ് ആവും, ഫ്യൂച്ചറിൽ ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടാണ്ടാവും. മനസ്സിലായോ? Again I repeat, you will miss the early settlement discounts, the supplier will not be willing to credit in future, and there will also be loss of supplier goodwill. Clear ayo? Clear ayo maklai? Yes sir. Okay, fine. ഇനി നമ്മുടെ രണ്ട് പ്രധാന ഡോക്യുമെന്റ് ആണ് GDN ഉം GRN ഉം. GDN എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഗുഡ്സ് ഡിസ്പാച്ച് നോട്ട്. GRN എന്തായിരുന്നു? എപ്പോഴും ഓർത്തോണം, GDN എന്ന് പറയുന്നത് 4 പാർട്ട് ആയിരിക്കും. GDN എന്ന് പറയുന്നത് 4 കോപ്പി ഉണ്ടാവും. ഒരു കോപ്പി വെയർഹൗസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കീപ്പ് ചെയ്യും, ഒരു കോപ്പി കസ്റ്റമർക്ക് കൊടുക്കും, ഒരു കോപ്പി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും, ആൻഡ് ലാസ്റ്റ് കോപ്പി ആർക്കാരും കൊടുക്കുന്നുണ്ടാവുക? സെയിൽസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. സെയിം as that GDN ന് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ട്, പക്ഷെ 3 കോപ്പിയുള്ളൂ GRN. GRNന്റെ ഒരു കോപ്പി നമ്മൾ എന്ത് ചെയ്യും? വെയർ ഹൗസിൽ കീപ്പ് ചെയ്യും. ഒരു കോപ്പിയോ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. ഒരു കോപ്പി നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? എപ്പോഴും ഓർത്ത് വെച്ചോണം കേട്ടോ. GDNന്റെ കോപ്പി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും വരുവാണെങ്കിൽ 4 എണ്ണം ഉണ്ടാവണം. GRNന്റെ കോപ്പി അതുപോലെ തന്നെ 3 എണ്ണം ഉണ്ടാവണം. വെയർഹൗസും കസ്റ്റമറും നമുക്ക് അവോയ്ഡ് ചെയ്യാം, അതിനെക്കുറിച്ച് നമ്മളൊന്നും പറയാറില്ല. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ GDNന്റെ കോപ്പി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് പോയിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിൽസ് അൺറെക്കോർഡഡ് ആയി പോകും, നമുക്ക് ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ഇനി GRNന്റെ കോപ്പിയാണ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് പോകാത്തത്. അങ്ങനെയാണ് എന്തായിരിക്കും സംഭവിക്കുക? കുറച്ചും പറഞ്ഞ പോലെ ഡിലേ ഇൻ പേയ്മെന്റ്സ് ഉണ്ടാവും, സപ്ലൈ എന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആവും. ഇനി GDNന്റെ കോപ്പി സെയിൽസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അൺഫുൾഫിൽഡ് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ട്രേസ് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമേഴ്സ് എന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആവും. ഇനി പർച്ചേസ് ഓർഡറിംഗ് ഡിപ്പാർട്ട്മെന്റിന് GRNന്റെ കോപ്പിയാണ് കൊടുക്കാത്തെങ്കിലോ എഗെയിൻ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അൺഫുൾഫിൽഡ് ഓർഡേഴ്സ് ട്രേസ് ചെയ്യാൻ പറ്റില്ല, സ്റ്റോക്ക് ഔട്ട് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? ഇതായിരുന്നു നമ്മുടെ സെയിൽസ് സിസ്റ്റവും പർച്ചേസ് സിസ്റ്റവും. എല്ലാവർക്കും ക്ലിയർ അല്ലേ മക്കളെ? പക്ക? Yeah, good.
ഇനി ഇൻവെന്ററി സിസ്റ്റം ആണ് നെക്സ്റ്റ് വൺ. ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ മിക്സ് ഓഫ് സെയിൽസ് ആൻഡ് പർച്ചേസ്. സോ ആദ്യം നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇൻവെന്ററി സിസ്റ്റത്തിന്റെ അകത്ത് പ്രീ നമ്പേർഡ് ആയിട്ടുള്ള GR നും GD നും ആയിരിക്കണം. നമുക്കറിയാം സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം GR നും GD നും, അല്ലെങ്കിൽ ഉള്ള കോൺസിക്വൻസ് നമ്മൾ ഇപ്പോഴേ പറഞ്ഞതാണ്. ഇൻവെന്ററി റെക്കോർഡ്സ് നമ്മൾ ജനറൽ ലെഡ്ജറുമായിട്ട് മാച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ ഫിസിക്കലി ഇരിക്കുന്ന ഇൻവെന്ററിയും അതുപോലെ തന്നെ ആക്ച്വലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെന്ററിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇൻവെന്ററി വാല്യൂ അണ്ടർ അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആവും. ദെൻ നമ്മൾ പറഞ്ഞു ആരാണോ ഇൻവെന്ററിയുടെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവർ തന്നെ കസ്റ്റോഡിയൻഷിപ്പ്, ഇൻവെന്ററി കൈവശം വെക്കാൻ പാടില്ല. ഇൻവെന്ററി റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നവർ തന്നെ ഇൻവെന്ററി കൈവശം വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ചാൻസസ് ആർ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ ഉണ്ടാവും, ഇൻവെന്ററി ഒക്കെ ഉണ്ടാവും. ശരിയല്ലേ? അടുത്ത നമ്മൾ പറയാണ് ഫിസിക്കൽ സേഫ് ഗാർഡ്സ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവണം, ഇൻവെന്ററീസ് ഒന്നും മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. ഇൻ ഓർഡർ ടു എൻഷുർ ദാറ്റ് ദീസ് ആർ നോട്ട് സ്റ്റോളൻ. ആൻഡ് അത് നിങ്ങൾ എങ്ങനെ നോക്കണ്ടെന്ന് അറിയാം. നിങ്ങളുടെ ക്വസ്റ്റനിൽ പറയും ഇൻവെന്ററി എല്ലാം ഹൈ വാല്യൂ ഇൻവെന്ററി ആണ്, അത് ലോക്കറിലാണ് വെച്ചേക്കുന്നത്, ലോക്കറിന്റെ പാസ്വേഡ് എല്ലാവർക്കും അറിയാൻ പറയും. അങ്ങനെ നിങ്ങളോട് പറയും ഇൻവെന്ററിയുടെ ഇതെല്ലാം വെച്ചേക്കുന്ന ഒരു സീനിയർ ഒഫീഷ്യലാണ്, സീനിയർ ഒഫീഷ്യൽ എല്ലാവരുടെ അടുത്ത് അത് ഡിസ്ക്ലോസ് ചെയ്തു എന്ന് പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. സോ വാട്ട് എവർ മേ ബി ദ കേസ്, എന്തെങ്കിലും ജനറൽ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അക്കോർഡിംഗ്ലി പറയാം. മനസ്സിലായോ? അടുത്ത നമ്മളോട് പറയാണ് അതുപോലെ തന്നെ ഇൻവെന്ററീസ് നിങ്ങളുടേത് ഏതൊക്കെയാണോ തേർഡ് പാർട്ടിയുടെ അടുത്ത് കൊണ്ടേ വെച്ചേക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇൻവെന്ററി കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ ഇൻവെന്ററി ഏതെങ്കിലും നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യണം. മനസ്സിലായോ? ഇൻവെന്ററി ഹെൽഡ് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം. ഇൻവെന്ററി ഹെൽഡ് ഫോർ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ചെയ്യണം. നമുക്കറിയാം രണ്ട് രീതിയിലാണ് ഇൻവെന്ററി കൗണ്ട് നടത്താൻ പറ്റുന്നത്. പീരിയോഡിക് ഇൻവെന്ററി കൗണ്ട് ഉണ്ട്, കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ട്. സോ വിച്ച് വൺ ഈസ് ബെറ്റർ? ഏതാണ് ഏറ്റവും നല്ലത്? പീരിയോഡിക് അല്ലെങ്കിൽ ആനുവൽ ഇൻവെന്ററി കൗണ്ട് ആണ് ബെറ്റർ, കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ട് ആണ് മോശം. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയും കമ്പനി എന്ത് ചെയ്യണം? ആനുവൽ ഇൻവെന്ററി കൗണ്ട് നടത്തണം. എന്നിട്ട് അവർ അത് എന്തുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക? പീരിയോഡിക് ഇൻവെന്ററി കൗണ്ടുമായിട്ട് മാച്ച് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിലായിരിക്കും കമ്പനി ചിലപ്പോൾ കമ്പനിയുടെ ഇൻവെന്ററി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവോ. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയണം? സ്റ്റാൻഡേർഡ് കോസ്റ്റ് റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാൻ പറയണം, റിവ്യൂ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറയണം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് റെഗുലർലി റിവ്യൂ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇൻവെന്ററി വാല്യൂ ഈതർ എന്തായി പോകും? അണ്ടർസ്റ്റേറ്റഡ് ആയി പോകും, അല്ലാന്നുണ്ടെങ്കിലോ ഓവർ സ്റ്റേറ്റഡ്. ദെൻ നമ്മളോട് പറയണം അതുപോലെ തന്നെ കോസ്റ്റ് അക്യുമുലേഷൻ ആൻഡ് വേരിയൻസ് റിപ്പോർട്ട്സ് റിവ്യൂ ചെയ്യണം. കോസ്റ്റ് അക്യുമുലേഷൻ ആൻഡ് വേരിയൻസ് റിപ്പോർട്ട്സ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? കോസ്റ്റ് എത്രയാണ് ഇൻകർ ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ ബഡ്ജറ്റ് ചെയ്തതിനേക്കാളും ചിലപ്പോൾ കോസ്റ്റ് ഒരുപാട് കൂടുതലായിരിക്കും. അത് നമ്മൾ പ്രോപ്പർലി മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ദേ ക്യാൻ ബി ചാൻസസ് ആ നമ്മുടെ കമ്പനിയുടെ കോസ്റ്റ് അൺവാണ്ടഡ് ആയിട്ട് പോവും, അൺനെസസറി ക്യാഷ് ഔട്ട് ഫ്ലോസ് ഉണ്ടാവും. അടുത്ത് നമ്മൾ പറയുന്നത് കമ്പനിക്ക് സ്ലോ മൂവിങ്ങും ഒബ്സലറ്റും എക്സസ് ഇൻവെന്ററിയും കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവണം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു എല്ലാ ഗുഡ്സും ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. എല്ലാ ഗുഡ്സും ഇൻവേർഡ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് അഗെയിൻ സെയിം പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. GDN നമ്മൾ എല്ലാം GDN പ്രോസസ് ചെയ്യണം എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടാണ്? കാരണം അല്ലാന്നുണ്ടെങ്കിൽ സെയിൽസ് ഇൻവോയ്സ് കറക്റ്റ് ആയിട്ട് പോവില്ല, സെയിൽസ് അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. GRN ഗുഡ്സ് ഇൻവേർഡ് റിപ്പോർട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന കാണിച്ചിട്ടില്ല എന്ന് സംഭവിക്കും. സപ്ലൈസ് നോൺ ടൈം പേയ്മെന്റ് പോവില്ല, സപ്ലൈസ് ഡിസാറ്റിസ്ഫൈഡ് ആവും. ഈ രണ്ട് പോയിന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഇനി നമ്മൾ പറഞ്ഞു ഇൻവെന്ററി റെക്കോർഡ്സ് നമ്മുടെ ജനറൽ ലെഡ്ജറുമായിട്ട് നമ്മൾ റെഗുലർലി എന്ത് ചെയ്യുന്നുണ്ടാവണം? റീകൺസൈൽ ചെയ്യുന്നുണ്ടാവണം. അതുപോലെ തന്നെ മെറ്റീരിയൽസും പ്രൊഡക്ഷൻ ഡേറ്റ ഫോംസും എല്ലാം ത്രൂ ഔട്ട് ദ മാനുഫാക്ചറിങ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവണം. ഫിനാൻസ് ഡയറക്ടറിന്റെ കയ്യിൽ നിന്ന് അപ്രൂവലും വാങ്ങിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻവെന്ററി സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇനി അതിനുശേഷം നമ്മൾ നേരെ പഠിച്ചത് ക്യാഷ് ആൻഡ് ബാങ്ക് ആയിരുന്നു. അവിടെ ഫസ്റ്റ് നമ്മൾ ക്യാഷ് പേയ്മെന്റിനെ കുറിച്ചാണ് പഠിച്ചത്. നമ്മൾ അവിടെ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യമായിരുന്നു ആരാണോ ക്യാഷ് റെക്കോർഡ് ചെയ്യുന്നത്, ആരാണോ അതിന്റെ പേയ്മെന്റ് നടത്തുന്നത്, ആരാണോ അത് റീകൺസിൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വി സീ 3 ഡിഫറെന്റ് സ്റ്റാഫ് മെമ്പേഴ്സ്. എല്ലാ ഒരാൾ തന്നെ ചെയ്യുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രോഡുലന്റ് ട്രാൻസാക്ഷനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും. അഗെയിൻ സപ്ലയർ സ്റ്റേറ്റ്മെന്റ് ഓരോന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് റിവ്യൂ ചെയ്യണം. എന്നിട്ട് അത് ട്രേഡ് പേബിൾ റെക്കോർഡുമായിട്ട് നമ്മൾ റീകൺസൈൽ ചെയ്യണം. കാരണം എന്താ? ഇത് ക്യാഷ് പേയ്മെന്റ് സിസ്റ്റം ആണ്. സപ്ലയർ സ്റ്റേറ്റ്മെന്റും ട്രേഡ് പേബിളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ നടത്തിയേക്കുന്ന പേയ്മെന്റ്സ് ആയിരിക്കും. അത് കറക്റ്റ് ആയിട്ടാണ് പോയേക്കെന്ന് അറിയാനാണ് നമ്മൾ രണ്ടും കൂടെ തമ്മിൽ റീകൺസൈൽ ചെയ്യുന്നത്. മനസ്സിലായോ മക്കളെ? മന്ത്ലി ബേസിസിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും, റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. മന്ത്ലി ബേസിസിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും, റിവ്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അൺറീകൺസൈൽഡ് ആയിട്ടുള്ള ബാലൻസസ് ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവും? മെറ്റീരിയൽ മിസ്റ്റേക്സ് ഉണ്ടാവും. ദെൻ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെന്റ്സും ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും അത് അപ്രൂവ് ചെയ്യുന്നുണ്ടാവും. അപ്രൂവ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കും? ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ക്യാഷ് പേയ്മെന്റ്സ് അല്ലെങ്കിൽ ചെക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്
എല്ലാ സോഴ്സ് ഡോക്യുമെന്റ്സും റിവ്യൂ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? സോഴ്സ് ഡോക്യുമെന്റ്സ് റിവ്യൂ ആണ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അൺനെസസറി ആയിട്ടുള്ള ക്യാഷ് ഔട്ട്ഫ്ലോസ് ഇൻകർ ആവും. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ക്യാഷ് പേയ്മെന്റ്സ് നടത്തുന്നതിന് മുന്നേ മാനേജർ റിവ്യൂ ചെയ്തതിനു ശേഷം മാത്രമേ ക്യാഷ് പേയ്മെന്റ്സ് നടത്താൻ പാടുള്ളൂ. അത് എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്? പ്രോപ്പർ പർപ്പസിനാണ് ക്യാഷ് പേയ്മെന്റ് നടത്തുന്നത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡെയിലി ക്യാഷ് പേയ്മെന്റ് നടത്തിയേക്കുന്നത് പേബിൾ അക്കൗണ്ട്സുമായിട്ട് റീകൺസൈൽ ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ടാ? ഡെയിലി ക്യാഷ് പേയ്മെന്റ് നടത്തിയേക്കുന്നത് പേബിൾ അക്കൗണ്ടിൽ നിന്ന് റീകൺസൈൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? ഡ്യൂപ്ലിക്കേറ്റഡ് പേയ്മെന്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു പ്രീ നമ്പർഡ് ചെക്ക് വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഏതെങ്കിലും ചെക്ക് മിസ്സായി കഴിഞ്ഞാൽ നമുക്കത് ട്രേസ് ചെയ്യാൻ പറ്റാണ്ട് വരും. ദെൻ നമ്മുടെ ഡെയിലി പേയ്മെന്റ് റിപ്പോർട്ട് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറും ചെക്ക് ഇഷ്യൂ ചെയ്തേക്കുന്നതായിട്ട് കമ്പയർ ചെയ്യണം എന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് എത്ര പേർക്കാണോ ഇന്ന് പേയ്മെന്റ് ചെയ്തു എന്നവർ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അത്രയും പേർക്കും പേയ്മെന്റ് പോയിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ. സോ ചെയ്തു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് പേയ്മെന്റ് പോയിട്ടില്ലെങ്കിൽ എംപ്ലോയീസ് എന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആവും. സോറി, കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ്, എംപ്ലോയീസ് ഡിസാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ എംപ്ലോയീസ് അല്ലെങ്കിൽ സപ്ലൈസ് ഒക്കെ ഡിസാറ്റിസ്ഫൈഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സും ലെഡ്ജർ അക്കൗണ്ട്സും നമ്മൾ റീകൺസൈൽ ചെയ്യണം. സപ്ലൈർ സ്റ്റേറ്റ്മെന്റ് റീകൺസൈൽ ചെയ്യണം എന്ന് പറഞ്ഞ പേബിൾ അക്കൗണ്ടുമായിട്ട്, അത് നമ്മൾ ഓൾറെഡി മേലെ പറഞ്ഞതാണ്. മന്ത്ലി ക്യാഷ് പേയ്മെന്റ് ജനറൽ ലെഡ്ജറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം ബാലൻസ് കറക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യാൻ. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും ചെക്ക് ഇഷ്യൂ ചെയ്തേക്കുന്ന പേബിൾ ജേണലുമായിട്ടും പേബിൾ അക്കൗണ്ടുമായിട്ട് മാച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? 10 പേർക്ക് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 പേരുടെയും സപ്ലയർ അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടാവണം. കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? ഡ്യൂപ്ലിക്കേറ്റഡ് പേയ്മെന്റ്സ് എങ്ങനെ ഉണ്ടാവും? ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞു. ഫൈനൽ നമ്മൾ പറയാണ് നമ്മുടെ ജനറൽ ലെഡ്ജർ അക്കൗണ്ടിനകത്ത് ഓരോ എമൗണ്ടും അപ്രൂവ് ചെയ്യും റിവ്യൂ ചെയ്യുന്നുണ്ടാവണം. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? There can be chances and mistakes ഉണ്ടാവും. ക്ലിയർ ആയോ? എല്ലാം നമ്മൾ പഠിച്ചു തന്നെയല്ലേ മക്കളെ? ഓക്കെ. The next one is cash receipts. Cash receipt സിസ്റ്റത്തിനെ കുറിച്ചാണ് അടുത്ത് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് നോക്കിയേ. ക്യാഷ് റെസിപ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മളോട് ഫസ്റ്റ് പറയാണ് സെപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ റെക്കോർഡിംഗ് റെസിപ്റ്റ്സ് ആൻഡ് റീകൺസിലേഷൻ ഓഫ് ക്യാഷ്. ആരാണോ ഒരു ക്യാഷ് റെക്കോർഡ് ചെയ്യുന്നത്, ആരാണോ അതിന്റെ റെസിപ്റ്റ് കൺസിഡർ ചെയ്യുന്നത്, ആരാണോ റീകൺസിൽ ചെയ്യുന്നത്, ഡിഫറെന്റ് പേഴ്സൺസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ബാങ്ക് റീകൺസിലേഷൻ പെർഫോം ചെയ്യും, അത് ഇൻഡിപെൻഡന്റ് റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പറ്റുക? There can be chances are unreconciled balances. Point of sales devices യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്താ പോയിന്റ് ഓഫ് സെയിൽസ് ഡിവൈസ്? ബാർകോഡ് സ്കാനേഴ്സും QR കോഡ് സ്കാനേഴ്സ് ഒക്കെ ഇല്ലേ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്? അതാണ് പോയിന്റ് ഓഫ് സെയിൽസ് ഡിവൈസസ് എന്ന് പറയാം. അതിനാണ് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് തന്നെയാണ് ക്യാഷ് റെസിപ്റ്റ്സ് കാണിക്കുന്നത് എൻഷുർ ചെയ്യാൻ. ഇനി നമ്മൾ പറഞ്ഞു ക്യാഷിന്റെ ഓരോരോ പ്രൊസീജിയേഴ്സും നമ്മൾ പീരിയോഡിക്കലി ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കറക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് എൻഷുർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ചെക്കുകളും നമ്മൾ റെസ്ട്രിക്റ്റീവ് ആയിട്ട് എൻഡോഴ്സ് ചെയ്യുന്നുണ്ടാവണം. റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് ഓഫ് ചെക്ക് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ചെക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ആ ചെക്ക് എന്ത് ചെയ്യുന്നുണ്ടാവണം? കൃത്യമായിട്ടും ആ ചെക്ക് നമ്മൾ പറയണം നമ്മൾ ഇന്ന ആൾക്കാണ് ആ ചെക്ക് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ കമ്പനിക്ക് ചിലപ്പോൾ ഒരു ബ്ലാങ്ക് ചെക്ക് കിട്ടും, ആരുടെയും പേര് എഴുതാതെ. അങ്ങനെ ഒരു ചെക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ ചെക്ക് എടുത്തുകൊണ്ട് പോയാൽ അവർക്ക് പേയ്മെന്റ് കിട്ടും. പക്ഷെ കമ്പനിയിൽ ഒരു ചെക്ക് കിട്ടുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കമ്പനിയുടെ തന്നെ പേര് എഴുതി കഴിഞ്ഞാൽ കമ്പനി സബ്മിറ്റ് ചെയ്താൽ മാത്രമേ പേയ്മെന്റ് കിട്ടത്തുള്ളൂ. അതാണ് പറഞ്ഞ് അങ്ങനെ റെസ്ട്രിക്റ്റീവ്ലി എൻഡോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ തെഫ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ക്യാഷ് ഒക്കെ മെയിൽ ആയിട്ട് കിട്ടും, ലെറ്റർ പോലെ അയച്ചു കിട്ടും. അങ്ങനെ മെയിൽ റെസിപ്റ്റ് വരുന്ന സമയത്ത് 2 സ്റ്റാഫ് മെമ്പേഴ്സ് കൂടി അത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരു സ്റ്റാഫ് മെമ്പർ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ഫ്രോഡ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു മെയിൽ റെസിപ്റ്റ് കിട്ടുമ്പോൾ ഇമീഡിയറ്റ്ലി അതിന്റെ റെക്കോർഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ചെക്ക് ഓരോന്നും നമ്മൾ ടോട്ടൽ രജിസ്റ്ററും റെസിപ്റ്റ് ലിസ്റ്റിംഗും വെച്ചിട്ട് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. ബാങ്ക് ഡെപ്പോസിറ്റ് സ്ലിപ്പും ഡെയിലി ക്യാഷ് സമ്മറിയും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. എന്നിട്ട് എത്രയാണ് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് കിട്ടിയത് ആ സെയിം എമൗണ്ട് തന്നെയാണ് ഡെയിലി ക്യാഷ് ആയിട്ട് കിട്ടിയെന്ന് കൺഫേം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ പറയാണ് ക്യാഷ് റെസിപ്റ്റ് ലിസ്റ്റിംഗ് നമ്മൾ കസ്റ്റമർ അക്കൗണ്ട്സുമായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവണം. ദെൻ കസ്റ്റമർ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അതിനകത്ത് നമ്മൾ റെഗുലർലി സെൻഡ് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. കസ്റ്റമർ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് റെഗുലർലി സെൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഡെയിലി റെമിറ്റൻസ് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് റെമിറ്റൻസ് അഡ്വൈസുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഓരോ കസ്റ്റമേഴ്സിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം ഇന്ന ദിവസം നിങ്ങൾ ക്യാഷ് തരണം. അതാണ് റെമിറ്റൻസ് അഡ്വൈസ്. റെമിറ്റൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഇന്ന ദിവസങ്ങളിൽ ക്യാഷ് തന്നു,
അപ്പൊ നമ്മളോട് 10 പേരുടെ അടുത്തായിരുന്നു പറഞ്ഞത് ഇന്ന ദിവസം ക്യാഷ് തരണം, 10th ക്യാഷ് തരണം. എൻ്റെ ആകെ 5 പേരെ തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്കത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ആരൊക്കെയാണോ തരാത്ത അവരെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി റെമിറ്റൻസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. അത് റെമിറ്റൻസ് അഡ്വൈസുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം. ഇനി ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവണം, റെഗുലർലി അത് റിവ്യൂ ചെയ്യണം. ദെൻ നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് മന്ത്ലി കസ്റ്റമർ സ്റ്റേറ്റ്മെന്റ്സ് സെൻഡ് ഔട്ട് ചെയ്യണം, ഓൾറെഡി പറഞ്ഞതാണ്. ക്യാഷ് റെസിപ്റ്റ്സ് ആണ് നമ്മൾ ജനറൽ ലെഡ്ജർ പോസ്റ്റിംഗുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ജനറൽ പോയിന്റ് ആണ്, മാത്തമാറ്റിക്കൽ ആക്യുറസി ഒന്നും മിസ്റ്റേക്ക് ഇല്ല, എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണിച്ചേക്കുന്നത് എൻഷുർ ചെയ്യാൻ. റിസീവ്സ് ലെഡ്ജർ നമ്മൾ കൺട്രോൾ അക്കൗണ്ടുമായിട്ട് റീകൺസൈൽ ചെയ്യണം എന്ന് പറഞ്ഞു. റിസീവ്സ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടുമായിട്ട് റീകൺസൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ജനറൽ പ്രൊസീജിയർ ആയിട്ട് തന്നെയായിരിക്കും. ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യണം. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് അതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണ് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഓരോ തരത്തിലുള്ള ടൈപ്സ് ഓഫ് റെസിപ്റ്റിന് വേണ്ടി നമ്മൾ കോഡ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്യാഷ് റെസിപ്റ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആണോ? Next one is about the payment system, and one of the most important and the crucial one in the internal control activities. The first one, segregation of duties between HR and the payroll function. ആദ്യമേ നിങ്ങൾ പറയേണ്ടത് ആരാണ് HR? ആരാണ് മക്കളെ HR? Who is HR? Okay. അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് എംപ്ലോയീസിന്റെ അപ്പോയിന്റ്മെന്റും എംപ്ലോയീസിന്റെ റിമൂവലും, അതായത് എംപ്ലോയീസിന്റെ റെസിഗ്നേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കുന്നുണ്ടാവുക, എംപ്ലോയിന്റെ സാലറി സെറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. വെൻ ഇറ്റ് കംസ് ടു ദ പേറോൾ ഡിപ്പാർട്ട്മെന്റ്, പേറോൾ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? പേറോൾ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും സാലറി കമ്പ്യൂട്ടേഷൻ നടത്തുക. സോ ദീസ് ആർ 2 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പം ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? HR ഡിപ്പാർട്ട്മെന്റ് ആണ് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് ചെയ്യുക. HR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും സാലറി എംപ്ലോയി അപ്പോയിന്റ്മെന്റ് ചെയ്യുക. പേറോൾ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും എംപ്ലോയിന്റെ സാലറി കമ്പ്യൂട്ടേഷൻസ് നടത്തുക. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇസ് ദാറ്റ് HR ഡിപ്പാർട്ട്മെന്റും പേറോൾ ഡിപ്പാർട്ട്മെന്റും എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കണം. നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടാവും HR ഡിപ്പാർട്ട്മെന്റ് വാസ് ബിസി, therefore the appointment and the related things were done by the employees of human resource payroll department എന്ന് പറഞ്ഞിട്ടുണ്ടാവും. HR അല്ലാതെ പേറോൾ ഡിപ്പാർട്ട്മെന്റിന്റെ റോളിന് പുറമെ പേറോൾ ഡിപ്പാർട്ട്മെന്റ് HR-നെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവാൻ പോകുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്തായിരുന്നു? ഫിക്ടീഷ്യസ് എംപ്ലോയീസ്. എന്താണ് ഫിക്ടീഷ്യസ് എംപ്ലോയീസ് എന്ന് വെച്ചാൽ എന്താ? ഇല്ലാത്ത എംപ്ലോയീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവര് കാണിക്കും. അങ്ങനെ ഫിക്ടീഷ്യസ് എംപ്ലോയീസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? കമ്പനിക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ക്യാഷ് ഔട്ട്ഫ്ലോസ്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളോട് പറയും HR ഡിപ്പാർട്ട്മെന്റ് ബിസി ആയിരുന്നു, അപ്പൊ അപ്പോയിന്റ്മെന്റ് നടത്തിയേക്കുന്നത് പകരം വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോയിന്റ്മെന്റ് പ്രോസസ് നടത്തിയേക്കുന്നത് ആരാന്ന് പറയാ ഫാക്ടറി പ്രൊഡക്ഷൻ സൂപ്പർവൈസേഴ്സ് ആണെന്ന് പറഞ്ഞു. ഫാക്ടറി പ്രൊഡക്ഷൻ സൂപ്പർവൈസേഴ്സ് ആണ് അപ്പോയിന്റ്മെന്റ് നടത്തിയേക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചാൽ മതി, പേറോൾ അല്ല അപ്പോയിന്റ്മെന്റ് ചെയ്തേക്കുന്നത്, HR-ന്റെ റോള് ക്യാരി ഔട്ട് ചെയ്തേക്കുന്നത് വേറെ ആരോ ആണ്. അപ്പൊ പേറോളിന്റെ കേസിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഫിക്ടീഷ്യസ് എംപ്ലോയീസ് ഉണ്ടാവും എന്ന് പറയണം. അതർ ദാൻ പേറോൾ വേറെ ആരെങ്കിലും ആണ് അപ്പോയിന്റ്മെന്റ് നടത്തിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ പറയേണ്ടത് എന്താണെന്നറിയോ? ഇൻകോമ്പീറ്റന്റ് ആയിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സിനെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. പ്രൊഡക്ടിവിറ്റി കുറയും, അൺവാണ്ടഡ് പേറോൾ എക്സ്പെൻസസ് ഇൻകർ ആവും എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. അഗൈൻ കീപ് ദിസ് വൺ ഇൻ മൈൻഡ്. നിങ്ങളോട് പറയാണ് പേറോൾ ഡിപ്പാർട്ട്മെന്റ് ആണ് HR-ന് വരെ അപ്പോയിന്റ്മെന്റ് നടത്തിയേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ഫിക്ടീഷ്യസ് എംപ്ലോയീസ് ഉണ്ടാവും എന്ന് പറയണം. ഓൺ ദ അതർ ഹാൻഡ് നിങ്ങളോട് പറയാണ് അപ്പോയിന്റ്മെന്റ് പ്രോസസ് നടത്തിയേക്കുന്നത് വേറെ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്? ഫാക്ടറി പ്രൊഡക്ഷൻ സൂപ്പർവൈസേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ പറയണം there can be chances that they might have appointed incompetent staff members which might lower the productivity as well as it will also create high amount of unwanted cash outflow in terms of payroll expenses. Clear ആയോ? ഓക്കെ. ഇനി ഓരോ എംപ്ലോയീസിനും വേണ്ടിയിട്ട് പേഴ്സണൽ ഫയൽസ് കീപ്പ് ചെയ്യണം. അതും എന്തിനു വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും? ഫിക്ടീഷ്യസ് എംപ്ലോയീസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മൾ പറഞ്ഞു ഓതറൈസേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടാവണം. എംപ്ലോയിനെ ഹയർ ചെയ്യുമ്പോഴും ടെർമിനേറ്റ് ചെയ്യുമ്പോഴും ടൈം വർക്ക് ചെയ്യുമ്പോഴും എല്ലാം അത് ഓരോന്നും സിനാരിയോനെ ബേസ് ചെയ്താണ്. ഇപ്പം ടൈം വർക്ക് അല്ലെങ്കിൽ ഓവർ ടൈം പേയ്മെന്റ്സ് ഓതറൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത് എന്തായിരിക്കും സംഭവിക്കുക? അവർ വർക്ക് ചെയ്യാത്ത അവേഴ്സും കൂടെ അവർ ചാർജ് ചെയ്യാൻ നോക്കും. കമ്പനിക്ക് അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഇൻകർ ആവും. മനസ്സിലായോ? എംപ്ലോയിന്റെ സ്റ്റേറ്റസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ അത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ ഇൻഫോം ചെയ്യണം. എംപ്ലോയി സ്റ്റേറ്റസിലുള്ള ചേഞ്ചസ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇൻഫോം ചെയ്തിട്ടില്ലെങ്കിൽ 2 പോസിബിലിറ്റിയാണ്. പോസിബിലിറ്റി നമ്പർ 1, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അറിയുന്നുണ്ടാവില്ല ഈ കാര്യം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? HR ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ
ഇൻക്രിമെന്റ് കിട്ടേണ്ട ഒരു സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇംപ്ലിമെന്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്താവും ഡിസാറ്റിസ്ഫൈഡ് ആവും. എംപ്ലോയി റിസൈൻ ചെയ്ത് പോയതാണ് അല്ലെങ്കിൽ എംപ്ലോയി ലീവിൽ പോയതാണ്, അത് HR ഇൻഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഓക്കെ, ടൈം ക്ലോക്സ് അല്ലെങ്കിൽ ക്ലോക്ക് കാർഡ് യൂസ് ചെയ്യണം, അത് സൂപ്പർവൈസർ റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. ക്ലോക്ക് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എംപ്ലോയി എത്ര നമ്പർ ഓഫ് അവേഴ്സ് വർക്ക് ചെയ്തു എന്ന് പറയുന്നതാണ് ക്ലോക്ക് കാർഡ്. ക്ലോക്ക് കാർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാം? എഗെയിൻ എംപ്ലോയീസ് വർക്ക് ചെയ്യാത്ത അവേഴ്സും കൂടെ അവർ ചാർജ് ചെയ്യും. എംപ്ലോയീസ് അങ്ങനെ വർക്ക് ചെയ്യാത്ത അവേഴ്സ് ചാർജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത്? ക്ലോക്ക് കാർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ ക്ലോക്ക് കാർഡ്സ് എല്ലാം പ്രീ നമ്പേർഡ് ആയിരിക്കണം. ക്ലോക്ക് കാർഡ്സ് പ്രീ നമ്പേർഡ് അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാം? അഗെയിൻ ദ സെയിം തിങ്, ഏതെങ്കിലും ക്ലോക്ക് കാർഡ്സ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രേസ് ചെയ്യാനായിട്ട് പറ്റില്ല. ക്ലോക്ക് കാർഡ്സ് ഏതെങ്കിലും മിസ്സായിട്ട് ട്രേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അഗെയിൻ എംപ്ലോയീസ് നോൺ ടൈം പേയ്മെന്റ് പോകില്ല, എംപ്ലോയി എന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആവും. ഇനി നമ്മൾ പറഞ്ഞു ഓരോ എംപ്ലോയീസിനും വേണ്ടിയിട്ട് എംപ്ലോയി നമ്പേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. എംപ്ലോയീസിന് എംപ്ലോയി നമ്പേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാം? ഫിക്ടീഷ്യസ് എംപ്ലോയീസ്, ഇല്ലാത്ത എംപ്ലോയീസും കൂടെ പൈസ കൊടുക്കേണ്ടി വരും. പേറോൾ ബഡ്ജറ്റ്സ് കീപ്പ് ചെയ്യണം, അത് റെഗുലർലി റിവ്യൂ ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അൺവാണ്ടഡ് പേറോൾ എക്സ്പെൻസസ് ഇൻകർ ആവും. അതുപോലെ നമ്മൾ പറയാണ് പേറോൾ റെക്കോർഡ്സ് പ്രകാരം എത്രയാണ് പേറോൾ ബാലൻസ്, സെയിം തന്നെയാണ് ജനറൽ ലെഡ്ജറിന്റെ അകത്തുനിന്ന് കൺഫേം ചെയ്യണം. കാരണം ബുക്സിലുള്ള സെയിം എമൗണ്ട് അല്ല ലെഡ്ജറിൽ വന്നേക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അണ്ടർ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഇത് നമ്മൾ പറയാണ് പേറോൾ റെക്കോർഡ്സ് പ്രകാരം എത്രയാണ് എംപ്ലോയീസിന് കൊടുക്കാനുള്ളത്, സെയിം എമൗണ്ട് തന്നെയാണ് ചെക്ക് ആൻഡ് ബാങ്ക് ട്രാൻസ്ഫർ ലിസ്റ്റിൽ ഇട്ടേക്കുന്നത് നോക്കണം. പേറോൾ എക്സ്പെൻസ് പ്രകാരം നമുക്ക് 10,000 ആണ് എംപ്ലോയീസിന് പേ ചെയ്യാനുള്ളത്. 8,000 ആകെ ചെക്ക് ആൻഡ് ബാങ്ക് ട്രാൻസ്ഫർ ലിസ്റ്റിനകത്ത് ഇട്ടിട്ടുള്ളൂ. അങ്ങനെയാണ് എന്ത് സംഭവിക്കും? എംപ്ലോയി ഡിസാറ്റിസ്ഫൈഡ് ആവും. അറ്റ് ദി സെയിം ടൈം 10,000 ആണ് ഇവിടെ ഇട്ടേക്കുന്നത്, പക്ഷെ അപ്പുറം ഇതിലും കൂടുതലുണ്ട്. അവിടെ കൂടുതലുള്ള എമൗണ്ട് നമ്മൾ കാണിച്ചേക്കാണ്. 12,000 ആണ് ചെക്ക് ആൻഡ് ബാങ്ക് ട്രാൻസ്ഫർ ലിസ്റ്റ് വന്നേക്കുന്നത്. അത് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അൺവാണ്ടഡ് പേറോൾ എക്സ്പെൻസസ് ഇൻകർ ആവും. ക്ലിയർ ആയോ? Is that clear everyone? Yes, sir. Yeah. നെക്സ്റ്റ് നമ്മളോട് പറയാണ് ചെക്ക് ആൻഡ് ബാങ്ക് ട്രാൻസ്ഫർ ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും ഓതറൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഒരു സാമ്പിൾ ഓഫ് പേറോൾ ബെനിഫിറ്റ്സും ഡിഡക്ഷൻസും എടുത്ത് റീപെർഫോം ചെയ്ത് നോക്കണം, മാത്തമാറ്റിക്കലി ആക്യുറേറ്റ് ആണെന്ന് അറിയാം. പേറോൾ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബോണസ്, പെൻഷൻ, റിട്ടയർമെന്റ് ബെനിഫിറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, TDS, ടാക്സ് ഡയറക്ടർ സോഴ്സ്, അതൊക്കെ ആയിരിക്കും ഡിഡക്ഷൻസ് പറയാം. അത് നമ്മൾ റീപെർഫോം ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്ത നമ്മളോട് പറയുന്നത് ടോട്ടൽ ഏർണിംഗ്സും അതിൽ നിന്ന് എത്ര ടാക്സും ഡിഡക്ട് ചെയ്തു എന്നുള്ളത് ടാക്സ് റിട്ടേണുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ടാ എംപ്ലോയിയുടെ സാലറിക്ക് അതിന് എത്ര ടാക്സ് ആണ് പിടിച്ചത്, സെയിം എമൗണ്ട് തന്നെയാണ് ടാക്സേഷൻ അതോറിറ്റിയുടെ അടുത്ത് ഫയൽ ചെയ്തേക്കുന്നത് എൻഷുർ ചെയ്യാൻ. എംപ്ലോയിയുടെ അടുത്ത് നിന്ന് എത്രയാണോ ഡിഡക്ട് ചെയ്ത് സെയിം എമൗണ്ട് ടാക്സേഷൻ അതോറിറ്റിയുടെ അടുത്ത് പോയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എംപ്ലോയി ഡിസാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ ആവാതിരിക്കാനാണ് നമ്മൾ ഇത് നോക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി പേറോൾ മാസ്റ്റർ ഫയലിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ചസ് എന്തൊക്കെയാണ് വന്നതെന്നുള്ളത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ ചാൻസ് ഉള്ളത്? എംപ്ലോയീസ് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള എംപ്ലോയീസിന് കൂടുതൽ എമൗണ്ട് ഓഫ് പേ ഔട്ട്സ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. എലിജിബിൾ എംപ്ലോയീസിന് പേ ഔട്ട്സ് കൊടുക്കുകയില്ല. അപ്പം എംപ്ലോയി ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസും ഉണ്ടാവും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി പേറോൾ മാസ്റ്റർ ഫയലിനകത്തും ജനറൽ ലെഡ്ജറിന്റെ അകത്തുള്ള എമൗണ്ട് ക്രോസ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അടുത്ത നമ്മളോട് പറയാണ് എല്ലാ സ്റ്റാർട്ടേഴ്സിന്റെയും ലീവേഴ്സിന്റെയും ചേഞ്ചസ് ഇൻ സാലറി ആൻഡ് ഡിഡക്ഷൻ എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് പേറോൾ ഡിപ്പാർട്ട്മെന്റിനെ ഇൻഫോം ചെയ്യണം. പേറോൾ ഡിപ്പാർട്ട്മെന്റ് ചേഞ്ചസ് ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യണം. പേറോൾ ഡിപ്പാർട്ട്മെന്റ് ചേഞ്ചസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അഗൈൻ ദ സെയിം തിങ്, ചേഞ്ചസ് ഓരോന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ബി ചാൻസസ് ആൻഡ് അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഇൻകർ ആവും. കാരണം ചിലപ്പോൾ പോയ എംപ്ലോയീസിന് നമ്മൾ വീണ്ടും വീണ്ടും സാലറി കൊടുക്കുന്നുണ്ടാവും. അറ്റ് ദി സെയിം ടൈം പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരു എംപ്ലോയിയുടെ കാര്യം നമ്മൾ ഇൻഫോം ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. സോറി, ലോസ് ഓഫ് റവന്യൂ അല്ല, എംപ്ലോയി ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് നമ്മളോട് പറയാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക? ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മൾ പറയാണ് ഇൻഡിപെൻഡന്റ് അപ്രൂവൽ ആൻഡ് റിവ്യൂ ഓഫ് അക്കൗണ്ട്സ് ആസ് ടു പേറോൾ. നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അപ്രൂവ് ചെയ്യാൻ റിവ്യൂ ചെയ്യണം പേറോളിലേക്ക് ചാർജ് ചെയ്തേക്കുന്ന ഓരോ എമൗണ്ട്. അതിന് വേണ്ടിയിട്ടായിരിക്കും കറക്റ്റ് ആയിട്ട് തന്നെയാണ് ചാർജ് ചെയ്തേക്കുന്നത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈനലി അഗൈൻ ദ റിപ്പീറ്റേഷൻ, പേറോൾ ബഡ്ജറ്റ്സ് നമ്മൾ റിവ്യൂ ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ. സോ ഔട്ട് ഓഫ് വിച്ച് ദ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? HR-ഉം പേറോളും തമ്മിലുള്ള സെഗ്രിഗേഷനും HR-ഉം അതർ ഡിപ്പാർട്ട്മെന്റ്സും തമ്മിലുള്ള സെഗ്രിഗേഷൻ. അത് എപ്പോഴും ഓർത്ത് വെച്ചോണം കേട്ടോ. ആൻഡ് വെരി ഫൈനലി ദ വെരി ലാസ്റ്റ് സിസ്റ്റം, ദാറ്റ്സ് ദ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്. നമ്മളിവിടെ പഠിച്ച ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഒരു റവന്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓതറൈസേഷൻ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ നടത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അൺവാണ്ടഡ് ആയിട്ടുള്ള
ക്യാഷ് ഔട്ട്ഫ്ലോസ് ഇൻകർ ആവും ബിക്കോസ് കമ്പനിക്ക് ആവശ്യമില്ലാത്ത പ്രൊഡക്ട്സ് അവർ പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അപ്രോപ്രിയേറ്റ് ഡോക്യുമെന്റേഷൻ വെച്ചിട്ട് വേണം നമ്മൾ റിക്വസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട്. അടുത്ത് നമ്മൾ പറഞ്ഞു ഇൻവോയ്സുകൾ ഓരോന്നും ആരാണോ അത് അപ്രൂവ് ചെയ്ത് അവർ തന്നെ ഓതറൈസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്തായിരിക്കും, ഇൻവോയ്സ് അപ്രൂവ് ചെയ്ത ആളല്ല ഓതറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദേ ക്യാൻ ബി ചാൻസസ് ആൻഡ് നമ്മൾ ഓർഡർ ചെയ്യാത്ത പ്രൊഡക്ട്സ് ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അപ്രൂവ് ചെയ്യാത്ത പ്രൊഡക്ട്സ് ആയിരിക്കും ഓർഡർ പ്ലേസ് ചെയ്തേക്കുന്നത്. സോ കറക്റ്റ് പ്രൊഡക്റ്റ് ആണ് ഓർഡർ പ്ലേസ് ചെയ്തേക്കുന്നത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നുണ്ടാവുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാണ് ഇൻവോയ്സസ് ഷുഡ് ബി മാർക്ക് വിത്ത് അപ്രോപ്രിയേറ്റ് ജനറൽ ലെഡ്ജർ കോഡ്. ഇൻവോയ്സുകൾ ഓരോന്നും നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ ലെഡ്ജർ കോഡ് വെച്ച് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടായിരിക്കും എല്ലാ ഇൻവോയ്സും കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാപിറ്റൽ ഐറ്റംസ് ഓരോന്നും നോൺ കറന്റ് അസറ്റ് രജിസ്റ്ററിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. അതിന് വേണ്ടിയിട്ടായിരിക്കും ഓരോ ക്യാപിറ്റൽ അസറ്റും കറക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യാൻ. ദെൻ നമ്മൾ പറഞ്ഞു നോൺ കറന്റ് അസറ്റ് രജിസ്റ്റർ നമ്മൾ ജനറൽ ലെഡ്ജറിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് കാണിക്കണം. ഡിഫറൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ചെയ്യണം. അതെന്തുകൊണ്ടായിരിക്കും, നോൺ കറന്റ് അസറ്റ് രജിസ്റ്ററിന്റെ അകത്തുള്ളതെല്ലാം ജനറൽ ലെഡ്ജറിന്റെ അകത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അണ്ടർ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് കാരണം കൊണ്ടാണ് ഡിഫറൻസ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു ഫിസിക്കലി ഇരിക്കുന്ന ഓരോ അസറ്റ്സും നമ്മുടെ ബുക്സിന്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, കംപ്ലീറ്റ്നെസ് കറക്റ്റ് ആയിരിക്കില്ല. ദെൻ നമ്മളോട് പറയാണ് മെയിൻ്റെനൻസ് ഓഫ് അസറ്റ് രജിസ്റ്റർ. നമ്മൾ അസറ്റ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്കിൽ മാത്രമേ എത്ര അസറ്റ് ഉള്ളൂ എന്നുള്ള കാര്യം കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ നോൺ കറന്റ് അസറ്റ് ഫിസിക്കലി ഇൻസ്പെക്ട് ചെയ്തിട്ട് അത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, വാല്യൂ ഓഫ് ദി അസറ്റ് ഡിമിനിഷ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ കമ്പനിക്ക് അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഇൻകർ ആവും. അങ്ങനെ ഇൻകർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആണ്, യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഓരോരോ സ്പെസിഫിക് ഇന്റർവെൽസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം, മെയിൻ്റെനൻസ് സ്കെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻ്റെനൻസ് സ്കെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അസറ്റ്സ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അസറ്റ്സ് ഒബ്സലേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മൾ പറഞ്ഞു തെഫ്റ്റ് അല്ലെങ്കിൽ മിസ്യൂസിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻ എടുക്കണം, ഫിസിക്കൽ സേഫ് ഗാർഡ്സ് എടുക്കണം, അസറ്റ്സ് ഒന്നും ഡാമേജ് ആവുന്നില്ല, സ്റ്റോളൻ ആവുന്നില്ല എന്ന് എൻഷുർ ചെയ്യാൻ. ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രം ആക്സസ് കൊടുക്കാൻ പാടുള്ളൂ ഓരോ അസറ്റ്സിലേക്കും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ, ഇതൊക്കെ നമ്മളോട് ജനറൽ സിനാരിയോ ആയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. കമ്പനിയുടെ ഹൈ വാല്യൂ അസറ്റ്സ് എല്ലാം കമ്പനി ചെറിയൊരു ലോക്കർ റൂമിലാണ് കീപ്പ് ചെയ്തേക്കുന്നത് പറയും. അപ്പൊ നമ്മൾ പറയും അങ്ങനെ ലോക്കർ റൂമിലാണ് കീപ്പ് ചെയ്തേക്കുന്നതെങ്കിൽ തെഫ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഹൈ ആയിരിക്കും, കമ്പനിക്ക് സിഗ്നിഫിക്കന്റ് ക്യാഷ് ലോസ് ഉണ്ടാവും എന്ന് പറയും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രിക്കോഷൻസ് എടുക്കണം എന്ന് പറയുന്നത്. ദെൻ നമ്മളോട് പറഞ്ഞു ഇൻഷുറൻസ് മസ്റ്റ് ബി ടേക്കൺ ഇൻ പ്ലേസ്. ഇൻഷുറൻസ് എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടാവുക, അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഇൻകർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നമുക്കറിയാം ഒരു ഫ്യൂച്ചർ അൺസർട്ടനിറ്റി കാരണം കൊണ്ട് നമുക്ക് സിഗ്നിഫിക്കന്റ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഇൻകർ ആവാൻ ചാൻസ് ഉണ്ട്. ആ ക്യാഷ് ഔട്ട്ഫ്ലോസ് ഇൻകർ ആയി കഴിഞ്ഞാൽ അത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇൻഷുറൻസ് എടുക്കുന്നുണ്ടാവുക. ആൻഡ് വെരി ഫൈനലി നമ്മൾ പറഞ്ഞു പോർട്ടബിൾ അസറ്റ്സ് ഓരോന്നും നമ്മൾ ടാഗ് ചെയ്യണം, മൂവ്മെന്റ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ഓഫീസ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ടാ, നമ്മുടെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന അസറ്റ് ടാഗ് ചെയ്യണം, എന്താ കെട്ടിയിടണം. കെട്ടിയിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അസറ്റ്സ് ആരെങ്കിലും സ്റ്റോളൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വി വിൽ ലൂസ് അവർ മണി. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ പറയുന്നത്. ക്ലിയർ ആയോ? These were the 6 systems of internal control. ഇത്രയായിരുന്നു നമ്മുടെ 6 systems of internal control എന്ന് പറയുന്നത്. So well we have gone through the sales, purchase, inventory, revenue and capital expenditure, payroll and cash and bank. Cash and bank ന്റെ തന്നെ cash receipt system, cash payment system. ഇത്രയാണ് നമുക്ക് ഉള്ളത്. ക്ലിയർ ആയ എല്ലാവർക്കും? Yes sir. Okay fine. So നമ്മൾ ഇനി ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ടാവുക. സോ യു ഹാവ് ടു ക്രിയേറ്റ് എ ക്ലിയർ പിക്ചർ ഓൺ ദിസ്. ഈ ഒരു കാര്യത്തെ കുറിച്ച് ക്ലിയർ പിക്ചർ കിട്ടിയാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് വേഗം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ വീഡിയോസ് ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും കൂടി യൂട്യൂബിൽ നിന്ന് കാണുക. ഞാൻ പറഞ്ഞു ലിറ്ററലി അറൌണ്ട് മോർ ദാൻ 20 days ആണ് നമ്മൾ ഈ ഒരു കൺട്രോൾ ആക്ടിവിറ്റീസിന്റെ ഏരിയ തന്നെ സ്പെൻഡ് ചെയ്തത് ബൈ ഡൂയിങ് ദ ക്വസ്റ്റ്യൻസ് ആസ് വെൽ ആസ് ദിസ് തിയറി ഡിസ്കഷൻസ്. ആൻഡ് ഓൾമോസ്റ്റ് 6 days മേലെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇപ്പോൾ 1 hour ഡിസ്കസ് ചെയ്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമ്മൾ ഓവർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഐ വാസ് ക്വിക്ലി ബ്രഷിംഗ് ത്രൂ ഈച്ച് ഓഫ് ദീസ് ഏരിയാസ്. So you guys please go through each of these points, and if you have got any doubts in at least one point, please do ask me tomorrow itself. We will discuss about that. Okay? All right. So please do one thing. We will take just 5 minutes of break and we will continue right after that. Okay? About 6:35 we will continue. Just 5 minutes. Okay?
വിട്ടോ ബൈക്ക് അസീസിന് പിടിച്ചു വെക്കാൻ ചെയ്ത പോലെ
Okay. So ഇനി നോക്കിയാൽ ആരും. Now let's have a discussion on the way in which these areas will be tested during the course of your exam. So basically നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നോർമൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്റേണൽ കൺട്രോൾസിന്റെ അകത്ത് രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. First of all, they will ask you to write the deficiency in the internal control system. They will ask you to provide the recommendations for the deficiencies you have identified. Plus you have to mention about the test of controls. Test of controls and they can mention cheyana. So basically when you write a deficiency, നിങ്ങൾ അവിടെ എന്തൊക്കെ എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഐഡന്റിഫൈ ദ ഡെഫിഷ്യൻസി. രണ്ടാമതായിട്ട് എന്താണ് ആ ഡെഫിഷ്യൻസി എന്നുള്ള കാര്യം പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യണം. മൂന്നാമതായിട്ട് ആ ഡെഫിഷ്യൻസി കാരണം കൊണ്ട് വന്ന ഓവറോൾ ഇമ്പാക്ട് എന്താണോ ആ ഇമ്പാക്ട് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടാവണം. സോ ഡെഫിഷ്യൻസി എന്താന്ന് പറഞ്ഞു, എക്സ്പ്ലനേഷൻ പറഞ്ഞു, ഇമ്പാക്ട് പറഞ്ഞു. സോ സേ ഫോർ എക്സാമ്പിൾ ഡെഫിഷ്യൻസി ആയിട്ട് നമ്മൾ പറയാണ് പർച്ചേസ് ഓർഡേഴ്സ് ആർ നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ്. നമ്മുടെ പർച്ചേസ് ഓർഡേഴ്സ് സീക്വൻഷ്യലി നമ്പേർഡ് അല്ല. സോ പർച്ചേസ് ഓർഡേഴ്സ് ആർ നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ്. ബാക്കി ഞാൻ എഴുതുന്നില്ല, ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ കേസ് ഇഫ് ദി പർച്ചേസ് ഓർഡേഴ്സ് ആർ നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ്, ഇഫ് എനി ഓഫ് ദി ഓർഡേഴ്സ് ഹാവ് ഗോൺ മിസ്സിംഗ്, കമ്പനി വിൽ നോട്ട് ബി ഏബിൾ ടു ട്രേസ് ദാറ്റ്. ഏതെങ്കിലും പർച്ചേസ് ഓർഡേഴ്സ് മിസ് ആയി കഴിഞ്ഞാൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഡെഫിഷ്യൻസി. അത് എക്സ്പ്ലെയിൻ ചെയ്യും നിങ്ങൾ. ഇനി ഇമ്പാക്ട് പറയണം. അത് കാരണം കൊണ്ട് എന്ത് ഇമ്പാക്ട് ആയിരിക്കും പറയാ? Therefore, there can be chances that which might result in എന്തായിരിക്കും പറ്റുന്നുണ്ടാവുക? പർച്ചേസ് ഓർഡേഴ്സ് സീക്വൻഷ്യൽ നമ്പേർഡ് അല്ലാന്നുണ്ടെങ്കിൽ which might result in ആദ്യം എന്ത് പറയണം? ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും? They won't be able to trace unfulfilled orders which might result in stock out and they won't be able to meet the customer demands. Clear ആയോ? Yes, sir. Okay. അപ്പൊ ഇതാണ് നമ്മൾ പറയാൻ പോകുന്ന ഡെഫിഷ്യൻസി. അപ്പൊ ഡെഫിഷ്യൻസി ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എഴുതി പർച്ചേസ് ഓർഡേഴ്സ് ആർ നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ്. ഐഡന്റിഫിക്കേഷൻ ആയി. Therefore, there can be chances that if any of the orders have gone missing, company will not be able to trace that. Explanation ആയി. ഇനി ഇമ്പാക്ട് വരണം. Therefore, which might result in inability to trace the unfulfilled orders, leading to stock outs and thereby they won't be able to meet the customer demands. ഇതായിരിക്കും നമ്മൾ എക്സ്പ്ലനേഷൻ ഇമ്പാക്ട് ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക. ഇനി നമ്മൾ അതിനുശേഷം എന്ത് ചെയ്യണം? അതിന്റെ റെക്കമെൻഡേഷൻ എന്താണെന്നുള്ളത് കൊടുക്കണം. നമ്മുടെ റെക്കമെൻഡേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. വാട്ട് ഈസ് ആക്ച്വലി റിക്വയർഡ്. വാട്ട് ഈസ് ആക്ച്വലി റിക്വയർഡ്. എന്താണോ ഇല്ലാത്തത്, അതെന്താണ് അവിടെ വേണ്ടതെന്ന് പറയുന്നതാണ് റെക്കമെൻഡേഷൻ. ഇവിടെ പറഞ്ഞു പർച്ചേസ് ഓർഡേഴ്സ് ആർ നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ്. നമുക്ക് എന്താ വേണ്ടത്? കമ്പനി ഷുഡ് ബി സീക്വൻഷ്യലി നമ്പേർഡ്. ഓക്കെ. സോ പർച്ചേസ് ഓർഡേഴ്സ് ഓഫ് ദി കമ്പനി എല്ലാം എന്തായിരിക്കണം? സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം. നമ്മുടെ കമ്പനിയുടെ എല്ലാ പർച്ചേസ് ഓർഡേഴ്സും എന്തായിരിക്കണം? സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം. സോ അതാണ് നമ്മുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നുണ്ടാവുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഓഫ് കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. സോ എന്താണ് നമ്മൾ കൺട്രോൾ റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുത്ത് അത് അവിടെ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് നമ്മുടെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്ന് പറയുക. സോ ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും പറയുന്നുണ്ടാവുക? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഡെഫിഷ്യൻസി എന്താണോ അത് ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു ആ ഡെഫിഷ്യൻസി എന്താണോ അത് ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യണം, ഇമ്പാക്ട് എഴുതണം എന്ന് പറഞ്ഞു. ഇതിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ ടെസ്റ്റ് ഓഫ് കൺട്രോളും വരുന്നത്. ടെസ്റ്റ് ഓഫ് കൺട്രോളിനകത്ത് നമ്മൾ ആദ്യം എഴുതുന്നുണ്ടാവുക എന്താണോ നമുക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ, ആ പ്രൊസീജിയർ ആയിരിക്കും എഴുതുന്നുണ്ടാവുക. രണ്ടാമതായിട്ട് ഏതാണ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അവിടെ ഉള്ളത്, ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഏതാണെന്നുള്ളത് എഴുതണം. മൂന്നാമതായിട്ട് നമ്മൾ എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, ആ പേർപ്പസ് എന്താണെന്നുള്ളത് എഴുതുക. സോ ലിറ്ററലി പ്രൊസീജിയർ എഴുതണം. നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ എന്താണോ ആ പ്രൊസീജിയർ, ഡോക്യുമെന്റിന്റെ പേരെന്താണോ ആ ഡോക്യുമെന്റിന്റെ പേര് അവിടെ പ്രൊവൈഡ് ചെയ്യണം. നിങ്ങളുടെ പേർപ്പസ് എന്താണോ ആ പേർപ്പസ് നിങ്ങൾ ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ടാവണം. ഇഫ് യു വാണ്ട് യു കൻ ടേക്ക് എ സ്നാപ്പ് ഓഫ് ദിസ്. സോ ഇതാണ് നമ്മൾ യൂഷ്വലി എല്ലാ സിറ്റുവേഷനിലും എഴുതുന്ന പ്രൊസീജിയേഴ്സ്. agree, analyze, ascertain, assess, compare, consider, enquire, ensure, examine, monitor, observe, obtain, recalculate, reconcile, reperform, review, scrutinize, voucher, verify. ഇത്രയായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. ഇതാണ് നമ്മുടെ പ്രൊസീജിയേഴ്സ്. ഈ പറഞ്ഞ പോലത്തെ ഏത് പ്രൊസീജിയർ വേണമെങ്കിലും നമുക്ക് അവിടെ എഴുതാം. അതാണ് ആദ്യം പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി ഡോക്യുമെന്റ്. ഡോക്യുമെന്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഡോക്യുമെന്റിനെ കുറിച്ചാണോ നിങ്ങൾ റെക്കമെൻഡേഷനകത്ത് പറഞ്ഞത് ആ ഡോക്യുമെന്റിനെ കുറിച്ചാണ് നിങ്ങൾ ഇവിടെയും സംസാരിക്കേണ്ടത്.
So document in the if you are mentioning about a particular document, you have to talk about that same document here. If we have document, all the purchase orders of the company should be sequentially numbered. All the purchase orders of the company should be sequentially numbered. Appo nammal edutha document ennu parnal endayirikkanam purchase order ആയിരിക്കണം document എന്ന് പറയാം. ഇനി നമുക്കൊരു പർപ്പസ് ഉണ്ടാവും എല്ലാ സിറ്റുവേഷനിലും. ടെസ്റ്റ് ഓഫ് കൺട്രോൾ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു? നമ്മൾ റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുത്ത കൺട്രോൾ എന്താണോ ആ റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുത്ത കൺട്രോൾ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? നമ്മൾ എന്താണോ റെക്കമെൻഡേഷൻ കൊടുത്ത് ആ റെക്കമെൻഡേഷൻ പ്രോപ്പർ ആണോ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയാം. നമ്മുടെ റെക്കമെൻഡേഷൻ എന്തായിരുന്നു? ഓൾ ദി പർച്ചേസ് സീക്വൻഷ്യലി നമ്പേർഡ്. അപ്പൊ എല്ലാ പർച്ചേസ് ഓർഡേഴ്സും സീക്വൻഷ്യലി നമ്പേർഡ് ആണോ എന്ന് നോക്കുക എന്നുള്ളതാണ് എന്ത് നമ്മുടെ പർപ്പസ് എന്ന് പറയാം. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കണം. ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ പക്കാ ലോജിക്കാണ്. അതായത് നിങ്ങൾ കൃത്യമായിട്ട് കമ്പനിയിൽ പറഞ്ഞു, സി ഇതൊക്കെയാണ് നമ്മുടെ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഇങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാണുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, പർച്ചേസ് ഓർഡേഴ്സ് സീക്വൻഷ്യൽ നമ്പേർഡ് ആണോ എന്നാണ് നമുക്ക് പറയേണ്ടത്. എങ്ങനെ അറിയാൻ പറ്റുക? എങ്ങനെ മക്കളെ അറിയാൻ പറ്റുക? നമുക്കൊരു സാമ്പിൾ ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് എടുത്തിട്ട് നോക്കിയാൽ പറയാം അത് സീക്വൻഷ്യൽ നമ്പേർഡ് ആണോ എന്ന്. ശരിയല്ലേ? പർച്ചേസ് ഓർഡേഴ്സ് കുറച്ചെണ്ണം എടുത്തിട്ട് നോക്കിയാൽ പറയാം മക്കളെ അതിനകത്ത് സീക്വൻഷ്യലി ആണ് നമ്പർ ചെയ്തേക്കുന്ന പറയാൻ പറ്റൂലേ? അങ്ങനെയാണോ എന്ന്? അപ്പൊ നമുക്ക് എന്ത് പറയാം? റിവ്യൂ എന്തായിരിക്കും ഡോക്യുമെന്റ്? എ സാമ്പിൾ ഓഫ് പർച്ചേസ് ഓർഡേഴ്സ്. എന്തിനു വേണ്ടിയാ? in order to ensure that whether they are sequentially numbered. Clear ആയോ? Okay, അപ്പം review a sample of purchase orders in order to ensure that they are sequentially numbered. അതായിരിക്കും നമ്മുടെ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയാം. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് വൺ നിങ്ങളോട് ഇപ്പൊ പറയാണ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്സ് കമ്പനി എല്ലാ 2 monthsലുമാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെ 3 monthsലാണ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. നമ്മൾ എങ്ങനെ പഠിച്ചിട്ടുള്ള ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടെ മുമ്പ് പറഞ്ഞില്ലേ? മന്ത്ലി ബേസിസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് പ്രിപ്പയർഡ് ഓൺ monthly basis. Explain here what happens in that case. They can be chances of having unreconciled balances which might result in bank balance and which might result in sustainment or also unreconciled bank balance and fraudulent transactions will also be increased. Clear ayo? Yes. Ayina recommendation നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു monthly bank reconciliation prepare. That's it. The bank reconciliation statement should be prepared on monthly basis and must be reviewed by a senior എന്ന് പറയാം. അതായിരിക്കും നമ്മൾ റെക്കമെൻഡേഷൻ കൊടുക്കുന്നുണ്ടാവുക. ഇനി നിങ്ങൾക്ക് അതെങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ബാങ്ക് റീകൺസിലേഷൻ മന്ത്ലി ബേസിസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോന്ന്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് മന്ത്ലി ഉള്ളതിന്റെ കോപ്പി വാങ്ങിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തറിയാൻ പറ്റും? അത് റെഗുലർ ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ മനസ്സിലാവും. ശരിയല്ലേ? ഓക്കെ, അപ്പൊ എന്ത് പറയണം? ഒബ്റ്റെയിൻ copies of the bank reconciliation statement in order to ensure that they are prepared on monthly basis and are being reviewed by a senior official. Clear ayo? Yes sir. Okay, ini ningalude scenario il parayana purchase orders are not authorized. Purchase orders onnu authorize ചെയ്തിട്ടില്ല. Purchase orders authorize ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? Okay, if the purchase orders are not authorized, there can be chances of having unwanted orders being placed by the employees which might result in unwanted cash outflows. In addition to which where enundavum stock out purpose വേണ്ടി purchase stock out ഉണ്ടാവുന്ന അങ്ങനെയല്ല, unwanted cash outflows ഉണ്ടാവും. അല്ലെങ്കിൽ അവരെന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? They can also be chances that they might purchase for their own personal use which may result in fraudulent transactions. Recommendation ആയിട്ട് നമ്മൾ എന്തായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? authorized by senior. എന്താ ഇല്ലാത്തത് വേണമെന്ന് പറയാൻ പറഞ്ഞില്ല. എന്താ ഇല്ലാത്തത് നോക്കാതെ വേണമെന്ന് പറയാം. അപ്പൊ നമ്മൾ എന്തായിരിക്കും ഇവിടെ പറയുന്നുണ്ടാവുക? All purchase orders should be authorized by a senior and the authorization should be evidenced by a signature. നിങ്ങൾ എപ്പോഴും അതും കൂടെ കൂടി പറയാം കേട്ടോ. എന്താണെങ്കിലും ഓതറൈസ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് പറയാം ഓതറൈസേഷൻ സിഗ്നേച്ചർ ഇട്ട് എവിഡൻസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് ഇത്രയായിരിക്കും. All the purchase orders should be authorized by a senior official and any orders authorized should be authorized by a signature. ഇനി നമുക്ക് അതെങ്ങനെയായിരിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടാവുക? എന്തായിരിക്കും പ്രൊസീജിയർ ചെയ്യാൻ പറ്റുക? അല്ലെ എന്താ ഇവിടുത്തെ ഡോക്യുമെന്റ്? എന്താ? പർച്ചേസ് ഓർഡർ പർച്ചേസ് ഓർഡർ ഡോക്യുമെന്റ്.
ഇനി അവിടുത്തെ പ്രൊസീജിയർ എന്തായിരിക്കും? എങ്ങനെ Authorization. അത്രേ ഉള്ളൂ. 1-2 പർച്ചേസ് ഓർഡേഴ്സ് എടുക്കുക, എന്നിട്ട് അതിന് ഒപ്പിട്ടിട്ടുണ്ടോ നോക്കുക. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാം? ഇൻസ്പെക്ട് എ സാമ്പിൾ ഓഫ് purchase orders in order to ensure that they are being authorized by a signature. Clear ayo? Is that clear everybody? Yes, sir. Okay. Yes. ഇനി നോക്കിക്കേ, ഇങ്ങനെയായിരുന്നു നമ്മളപ്പം ഡെഫിഷ്യൻസിയും റെക്കമെൻഡേഷനും ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതിക്കൊണ്ടിരുന്നത്. ആൻഡ് ദിസ് വാസ് ദ ഓൺലി ടോപ്പിക് ദാറ്റ് ബേസിക്കലി യൂസ് ബി ടെസ്റ്റഡ് മേ ബി ഒരു 3 അല്ലെങ്കിൽ 4 അറ്റംപ്റ്റ്സ് ബാക്ക് വരെ. ബട്ട് ഇപ്പൊ നമുക്കൊരു പുതിയ ടോപ്പിക്കും കൂടെ ഉണ്ട് വിച്ച് ഇസ് മോർ റെലവെന്റ് ദാൻ ദിസ്. അതാണ് നമ്മുടെ ഡയറക്റ്റ് കൺട്രോൾസും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും. ഡയറക്റ്റ് കൺട്രോൾസ് എന്താ മക്കളെ? വാട്ട് ഡു യു മീൻ ബൈ ഡയറക്റ്റ് കൺട്രോൾസ്? എന്താ ഡയറക്റ്റ് കൺട്രോൾസ് പറഞ്ഞാല്? ശരിക്കുള്ള കൺട്രോൾ അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് അതുകൊണ്ട് ഫ്രോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയാൻ പറ്റും. എക്സാക്ട്ലി. അതായത് ശരിക്കുള്ള കൺട്രോൾസ് അവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഫ്രോഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല അല്ലെ? അതായത് നോർമലി നമ്മൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഡയറക്റ്റ് കൺട്രോൾസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി പറഞ്ഞു പോകുന്നുണ്ടാവും എങ്ങനെയായിരിക്കും. ഡയറക്റ്റ് കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്തുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണോ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്തുള്ള മിസ്റ്റേക്കിനെ പ്രിവെന്റ് ചെയ്യുന്ന കൺട്രോൾസിനെയാണ് ഡയറക്റ്റ് കൺട്രോൾസ് എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ, അഗെയിൻ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് പലതരത്തിലുള്ള മിസ്റ്റേക്സ് ഉണ്ടാവുന്ന പോസിബിലിറ്റി ഇല്ലേ? ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്തുള്ള മിസ്റ്റേക്സിനെ ചില കൺട്രോൾസിന് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തൊക്കെ കൺട്രോൾസിനാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്തുള്ള മിസ്റ്റേക്കിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള കൺട്രോൾസിനെയാണ് നമ്മൾ വിളിക്കുക ഡയറക്റ്റ് കൺട്രോൾസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് മന്ത്ലി. അങ്ങനെയാണ് എന്ത് ചെയ്യും? ബാങ്ക് ബാലൻസ് അണ്ടർ അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് ആവോ? ഇല്ല. ഡെയിലി ബേസിസിൽ നമ്മൾ ഗുഡ്സ് ഷിപ്പ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഇൻവോയ്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് എൻഷുർ ചെയ്യാം? നമ്മുടെ റിസീവബിൾസ് ആൻഡ് സെയിൽസ് അണ്ടർസ്റ്റേറ്റഡ് ആവുന്നില്ല എന്ന് എൻഷുർ ചെയ്യാം. ഇങ്ങനെയുള്ള കൺട്രോൾസ് ആണ് ഡയറക്റ്റ് കൺട്രോൾസ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് കൺട്രോൾസ് നിങ്ങൾ എഴുതുമ്പോൾ ആദ്യമേ എന്താണോ കൺട്രോൾസ് അത് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് അത് എന്തുകൊണ്ടാണ് ഒരു ഡയറക്റ്റ് കൺട്രോൾ ആയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മൂന്നാമതായിട്ട് ഇമ്പാക്ട് പറയണം. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ യു വിൽ ബി മെൻഷനിങ് ഇമ്പാക്ട് ഓൺ എഫേർട്സ്. ഇവിടെ ഓവറോൾ ഇമ്പാക്ട് ആണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഫ്രോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ലോസ് ഓഫ് ക്യാഷ് ഫ്ലോ ഉണ്ടാവും, ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ നിങ്ങൾ പറയേണ്ടത് പക്ഷേ എഫ്എസിന്റെ അകത്തുള്ള ഇമ്പാക്ട് മാത്രമാണ്. അതും പോസിറ്റീവ്ലി എഫ്എസിനെ അത് എങ്ങനെ ഇമ്പാക്ട് ചെയ്യും എന്നുള്ളതായിരിക്കും പറയുന്നുണ്ടാവും. ക്ലിയർ ആയോ? ഓക്കെ. ഇപ്പൊ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് കാര്യം പറഞ്ഞു. അവിടെ നമ്മൾ എങ്ങനെയായിരിക്കും പറയാം? The bank reconciliation statement of the company are being prepared on monthly basis. Therefore, there won't be any unreconciled balances, and thereby the bank balances will not be under or overstated. Clear ayo? Okay. നമ്മളോട് പറഞ്ഞു പ്രോപ്പർ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറയാണ് ഇപ്പം ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റും HR ഡിപ്പാർട്ട്മെന്റും തമ്മിൽ HR ഡിപ്പാർട്ട്മെന്റും പേറോൾ ഡിപ്പാർട്ട്മെന്റും തമ്മിൽ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറയാണ് there is clear segregation of duty between the human resource department and the payroll department. Therefore, there won't be chances of having fictitious employees. Thereby, the payroll expenses will not be overstated. Clear ayo? ഇതാണ് ഡയറക്റ്റ് കൺട്രോൾസ് പറയാം. ഇവിടെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതുമ്പോൾ നമ്മൾ എന്ത് തന്നെയായിരിക്കും എഴുതുക? ഒരു വ്യത്യാസമില്ല. പ്രൊസീജിയർ എഴുതണം, പ്ലസ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണ് വേണ്ടത്, ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്ന് എഴുതുക, പ്ലസ് നമ്മുടെ പേർപ്പസ് എന്താണോ ആ പേർപ്പസ് എന്താണെന്നുള്ളത് എഴുതുക. ഇവിടെയും സെയിം കോൺസെപ്റ്റ് തന്നെ. ഇവിടെയും ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ഡയറക്റ്റ് കൺട്രോളിനകത്ത് മെൻഷൻ ചെയ്യുന്നത് ആ സെയിം കാര്യം തന്നെയായിരിക്കും ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയാം. പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? പേർപ്പസിന് മാത്രമേ ഇവിടെ വ്യത്യാസം വരുള്ളൂ. എന്താ പർപ്പസ് എന്ന് പറഞ്ഞാൽ? ഇവിടുത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ദ സെയിം. ഇവിടുത്തെ ആ ഡയറക്റ്റ് കൺട്രോൾ എന്താണോ അത് കറക്റ്റ് ആണെന്ന് കൺഫേം ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് മന്ത്ലി ബേസിസിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ നമ്മൾ എന്തായിരിക്കും ടെസ്റ്റ് ഓഫ് കൺട്രോൾ പറയാം? സെയിം തിങ് തന്നെ. Obtain bank reconciliation statement prepared on monthly basis to ensure that they are being maintained on regularly. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ HR ഡിപ്പാർട്ട്മെന്റ് പേറോൾ സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് പറയാം? Review the appointment letters of the recently appointed staff in order to ensure that the appointment are being carried out by members of human resource department. അപ്പൊ ഇതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ. ഇനി നിങ്ങളോട് പറയാണ് എന്താ പറയാ, purchase orders are all the purchase orders of all the GDN of the company are being sequentially numbered. അപ്പൊ നമ്മൾ പറയാണ് all the GDN of the company are sequentially numbered. Therefore, in case if any of the order GDN have gone missing, company will be able to trace that. Therefore, the possibilities of having
understatement of revenue and receivables will be eliminated. Test of control ആയിട്ട് നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? Obtain and review a sample of goods received now, goods dispatched now, in order to ensure that they are being sequentially numbered. That's it. Clear ആയ മക്കളെ? Yes, sir. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ ഡയറക്ട് കൺട്രോൾസും ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതുക. ഒരേ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഡയറക്ട് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ഇറ്റ്സ് എ സ്ട്രെങ്ത് ഇൻ കൺട്രോൾ. അതായത് കൺട്രോളിന്റെ അകത്തുള്ള ഒരു സ്ട്രെങ്ത് ആയിരിക്കും. അപ്പൊ എന്താണോ കൺട്രോൾസിന്റെ അകത്ത് നമ്മൾ പഠിച്ചത് അത് സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഡയറക്ട് കൺട്രോൾ. എന്താണോ കൺട്രോളിന്റെ അകത്ത് പഠിച്ചത് അത് പ്രോപ്പർ അല്ലാണ്ടാണ് വന്നേക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡെഫിഷ്യൻസി. ക്ലിയർ ആയോ? പക്കാ? അപ്പൊ എന്തെങ്കിലും ഇവിടെ നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. പ്രോപ്പർലി മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്യാനുള്ള ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. സോറി, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഡയറക്ട് കൺട്രോൾ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഏതെങ്കിലും ഒന്നാ ചോദിക്കുള്ളൂ എക്സാമിന്. സർ കേൾക്കുന്നില്ല. നോർമലി ചോദിച്ചു കാണാറ് രണ്ടിനെയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. ഡയറക്ട് കൺട്രോളും ഉണ്ടാവും, അതേപോലെ തന്നെ ഡെഫിഷ്യൻസി ആൻഡ് റെക്കമെൻഡേഷൻ ഉണ്ടാവും. വേറെ വേറെ ക്വസ്റ്റ്യൻ ആയിട്ടാ? ഒരു സിംഗിൾ ക്വസ്റ്റൻ അതാണ്. ഒരു സെയിം സിനാരിയോനെ ബേസ് ചെയ്തതിന് രണ്ട് സെറ്റ് ഓഫ് റിക്വയർമെന്റ് ആയിട്ട് ഉണ്ടാവും. അതായത് 10 മാർക്സിന് ഡയറക്ട് കൺട്രോളും ടെസ്റ്റ് ഓഫ് കൺട്രോളും, 10 മാർക്കിന് ഡെഫിഷ്യൻസിയും റെക്കമെൻഡേഷൻ, അങ്ങനെ. അപ്പൊ ഒറ്റ ക്വസ്റ്റൻ അത് തന്നെ എന്ത് ചെയ്യണം? സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യണം, ഡെഫിഷ്യൻസി ഐഡന്റിഫൈ ചെയ്യണം, ആ രീതിയിൽ. ഓക്കെ. കഴിഞ്ഞാണ് എല്ലാരും? All done? Yes. All right. ഇനി നോക്കി എല്ലാരും. So now let's do one thing. Let's do a new question on all these areas that we have just discussed now. So we are going to start with a question called equistrain. So please do one thing. Take equistrain question in the most latest revision kit. That's the 2021-22 revision kit. കാരണം നേരത്തെ റിവിഷൻ കിറ്റിലും ഇക്വിസ്ട്രെയിൻ എന്ന് പറയുന്ന ക്വസ്റ്റൻ ഉണ്ട്. റിക്വയർമെന്റ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ്, സിനാരിയോ ഈസ് ഓൾസോ സ്ലൈറ്റ്ലി ഡിഫറെന്റ്. അപ്പൊ അത് കാരണം കൊണ്ട് പുതിയ ക്വസ്റ്റൻ എടുക്കുക കേട്ടോ. അവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന റിക്വയർമെന്റ്സ് എന്തൊക്കെയാന്ന് നോക്കി. അവിടെ നമ്മളോട് ഫസ്റ്റ് ചോദിച്ചേക്കുന്ന 5 ഡെഫിഷ്യൻസീസും 5 ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ചോദിച്ചു. 5 ഡയറക്ട് കൺട്രോൾസും 5 ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ചോദിച്ചു. അതുപോലെ തന്നെ 5 ഡെഫിഷ്യൻസീസും 5 റെക്കമെൻഡേഷൻസും ചോദിച്ചിട്ടുണ്ട്. സോ അപ്പൊ ഒരു സിംഗിൾ ക്വസ്റ്റനിൽ തന്നെ നമ്മളോട് ചോദിക്കുകയാണ് ഏതെങ്കിലും 5 ഡെഫിഷ്യൻസീസ് കണ്ടുപിടിക്കാനും 5 ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് കണ്ടുപിടിക്കാൻ 5 ഡെഫിഷ്യൻസി കണ്ടുപിടിക്കാനും 5 റെക്കമെൻഡേഷൻ കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ 5 ഡയറക്ട് കൺട്രോൾസും ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദിസ് ക്വസ്റ്റൻ. അപ്പൊ എല്ലാവരും വേഗം ഈ ക്വസ്റ്റൻ എടുത്ത് വായിച്ചു നോക്കി.
എന്നിട്ട് ഇവിടെ എന്തൊക്കെയാണോ ഡെഫിഷ്യൻസി റെക്കമെൻഡേഷൻ, എന്തൊക്കെയാണോ ഇവിടെ വേണ്ടുന്ന ഡയറക്ട് കൺട്രോൾസ്, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് എല്ലാവരും. സോ ക്വസ്റ്റ്യൻ നമ്പർ 222 ഇക്വിസ്ട്രേറ്റ് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും.
കഴിയുമ്പോൾ പറയണ എല്ലാവരും. Yes, sir. കഴിഞ്ഞാണോ? Yes, sir. ഓക്കെ. sir. So നോക്കിയ എല്ലാവരും. Equestrian company manufactures smartphones and tablets. Its main customers are retailers who then sell to the general public. The company's manufacturing is spread across 5 sites and goods are stored in 9 warehouses located across the country. It is 1st July 2015. You are the audit supervisor in Baseball & Co. And in preparation for the forthcoming audit for the year ended 30th June 2015, you are reviewing the following notes to your audit manager has provided you in relation to the company's internal controls. Equestrian has a small internal audit department. During the year, internal audit started a program of physically verifying the company's asset and comparing the result to the non-current asset register as a type of reconciliation has not been taken place for some time. To the date, only 15% of the assets have had their existence confirmed, as internal audit has experienced staff shortages. During the year, Equestrian conducted an extensive reorganization of its manufacturing process to improve efficiency. Due to significant number of employee changes required, human resource department have been very busy, and to ease their workload during this period, the payroll department has assisted by setting up any new employees who have joined the company. In Jan 2015, the wage rates paid to the employees was increased by the HR director. The change in wage rate was communicated to payroll department by email. നമ്മൾ പറഞ്ഞ എത്രയേ ഉള്ളൂ ഈ ഒരു പർട്ടിക്കുലർ സിനാരിയോ. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഉണ്ടാവും. ഡെഫിഷ്യൻസി ഉണ്ടാവും, അതുപോലെ തന്നെ ഡയറക്റ്റ് കൺട്രോൾസ് ഉണ്ടാവും. സോ വി ഹാവ് ടു കൺസിഡർ ബോത്ത് ദി ഡെഫിഷ്യൻസി ആസ് വെൽ ആസ് ഡയറക്റ്റ് കൺട്രോൾ ഇൻ ദിസ് കേസ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഡെഫിഷ്യൻസി ആണുള്ളത്, ഡയറക്റ്റ് കൺട്രോൾസ് ആണുള്ളത്. എന്തൊക്കെയാണുള്ളത് ഒന്ന് പിക്ക് ചെയ്ത് മക്കളെ. ആദ്യം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മീനിങ് ഇന്റർപ്രിറ്റ് ചെയ്യാൻ നോക്കുക. നമ്മളോട് ഇവിടെ പറഞ്ഞു ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഫിസിക്കലി അസറ്റ്സ് വെരിഫൈ ചെയ്യാൻ നോക്കായിരുന്നു. അവര് കറണ്ട് ഇയറിൽ 15% ഓഫ് ദി അസറ്റ്സ് ആണ് കൺഫേം ചെയ്തേക്കുന്നത്. അവർ റീസൺ പറഞ്ഞു, ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാഫ് ഷോർട്ടേജസ് ഉണ്ടെന്നുള്ള കാര്യം. ദെൻ നമ്മളോട് ഇവിടെ പറഞ്ഞു അവർ എക്സ്റ്റൻസീവ് റീഓർഗനൈസേഷൻ നടത്തുകയാണ്. സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് എംപ്ലോയി ചേഞ്ചസ് ആവശ്യമായിട്ടുണ്ട്. HR ഡിപ്പാർട്ട്മെന്റ് വെരി ബിസിയാണ്. അത് കാരണം കൊണ്ട് അവരുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ പേറോൾ ഡിപ്പാർട്ട്മെന്റ് ന്യൂ എംപ്ലോയീസിനെ സെറ്റപ്പ് ചെയ്തു എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. വേജ് റേറ്റ് അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ പേയിൽ നിന്ന് HR ഡയറക്ടർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇമെയിൽ ത്രൂ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇത്രയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ടെൽ മീ ഗൈസ്, എന്തൊക്കെ ഇവിടെയുള്ള ഡെഫിഷ്യൻസീസ്? എന്തൊക്കെയാണ് ഇവിടെയുള്ള ഡെഫിഷ്യൻസീസ്? Reconciliation has not occurred sometimes. Sorry? Physical verification as company asset. Okay, fine. Yeah. Physical verification of assets have not been taken place. Only 15% of the assets have been confirmed. അല്ലേ? ആകെ അവർ 15% ഓഫ് അസറ്റ്സിന്റെ വാല്യൂ മാത്രമേ കൺഫേം ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണ് അവിടെ എന്തായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക? ആകെ 15% ഓഫ് അസറ്റ്സിന്റെ വാല്യൂ മാത്രമാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക? എക്സാക്ട്ലി. നമ്മുടെ ബാക്കിയുള്ള അസറ്റ്സ് ഒക്കെ മിസ്പ്ലേസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി തെഫ്റ്റ് ഓഫ് അസറ്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അസറ്റ്സിന്റെ വാല്യൂ എന്തായിരിക്കാം? അൺടെസ്റ്റേറ്റഡ് ആയി പോവാം. എന്തായിരിക്കും നമുക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുക ഡെഫിഷ്യൻസിക്ക്? നമുക്ക് എന്ത് പറയാം? Equestrian company should have undertaken the physical verification of its property, plant and equipment by the year end. Additional staff should be used in order to complete before the year end. Clear ആയോ? Yes, sir. Okay. ഇനി അടുത്ത എന്താ പ്രോബ്ലം? Staff shortages. ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് സിഗ്നിഫിക്കന്റ് സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് സിഗ്നിഫിക്കന്റ് സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം പ്രോപ്പർലി ആയിരിക്കത്തില്ല വർക്ക് ചെയ്യുന്ന. ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? ഫിക്ടീഷ്യസ് എംപ്ലോയീസും അതുപോലെ തന്നെ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് പറയാം. ശരിയല്ലേ? ഓക്കെ. റെക്കമെൻഡേഷൻ ആയിട്ട് എന്തായിരിക്കും കൊടുക്കാൻ പറ്റുക?
ഇവിടെ എന്താ ഇല്ലാത്തത് വേണം പറയാം, എന്താ ഇല്ലാത്തത്? സ്റ്റാഫാണ് ഇല്ലാത്തത്. അപ്പൊ നമ്മൾ എന്ത് പറയണം? Equestrian company should consider appointing more experienced staff members to the internal audit department എന്നുള്ളത് പറയാം. ക്ലിയർ ആയോ? Then വേറെ എന്താ മക്കളെ പ്രോബ്ലം? HR ഡിപ്പാർട്ട്മെന്റ് അല്ല അപ്പോയിന്റ് ചെയ്യുന്നത്, പേറോൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. HR ഡിപ്പാർട്ട്മെന്റ് അല്ല അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. ആരാണ് അപ്പോയിന്റ്മെന്റ് നടത്തിയേക്കുന്നത്? പേറോൾ Payroll ഡിപ്പാർട്ട്മെന്റ് department ആണ് അപ്പോയിന്റ്മെന്റ് നടത്തിയേക്കുന്നത്. So what happens when the payroll department conducts the appointment of the employees? Fictitious ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവാനുള്ള ചാൻസസ് അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാം അവിടെ അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് പറയാം? The appointment of the new staff members have been done by the payroll department. Therefore, there can be chances of having lack of segregation of duty, which might result in appointment of fictitious employees, leading to unwanted cash outflow in terms of payroll expenses. Recommendation എന്തായിരിക്കും നമ്മൾ പറയേണ്ടി വരിക? HR department should be appointed. All the permanent and the temporary staff members should be appointed by the HR department. Payroll department should not be involved in this process. Okay. പിന്നെ വേറെ നോക്കാം പ്രശ്നം. എംപ്ലോയി അത് പറഞ്ഞൂടെ? Sorry? ഇൻകോമ്പീറ്റന്റ് എംപ്ലോയി ആയിരിക്കും. ഇല്ല, ഇൻകോമ്പീറ്റന്റ് എംപ്ലോയിയുടെ പേറോൾ ഡിപ്പാർട്ട്മെന്റിന്റെ കേസിൽ പറയണ്ട. അത് നമ്മൾ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പറഞ്ഞാൽ മതി. കാരണം സിംഗിൾ ഇമ്പാക്ട് പറഞ്ഞാൽ മതി കേട്ടോ. Wage rate decided paid to employee by increase by HR directors. വേജ് റേറ്റ് എല്ലാ എംപ്ലോയീസിനും ഇൻക്രീസ് ചെയ്തു. പക്ഷെ ആരാ ഇൻക്രീസ് ചെയ്തേക്കുന്നത്? HR ഡയറക്ടർ ആണ് ഇൻക്രീസ് ചെയ്തേക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഇൻ വേജ് റേറ്റ് വരുമ്പോൾ ആരാണ് അപ്രൂവ് ചെയ്യേണ്ടത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അപ്രൂവ് ചെയ്യേണ്ടത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് അപ്രൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? There can be chances that incorrect ആയിട്ടുള്ള വേജ് റേറ്റ്സ് ആണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ either employee dissatisfaction ഉണ്ടാവും അല്ലെങ്കിലോ unwanted cash outflows ഉണ്ടാവും. ഓക്കെ. റെക്കമെൻഡേഷൻ എന്തായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക? നമ്മൾ എന്ത് പറയാ? All the increase in the wage rate should be authorized by the members of board of directors, and the human resource director should not individually authorize the amount of pay increase. Clear ayo? Yes. Okay. Ini a new receives ledger system was introduced in May 2015, which will continue to be run in parallel with the old system until the internal audit department has completed its step between two systems. New customers obtained by the sales team are required to undergo a full credit check. On the basis of this, a credit limit is proposed by the sales staff and approved by the sales director via email. Credit limit are reviewed every 6 months by the sales manager, and any amendments made are via credit limit form, which should be authorized by the sales director. Parayy, endakkulladu? New receivable ledger kuda thanne old kuda പോകുന്നുണ്ട്. ന്യൂ സിസ്റ്റത്തിന് പുറമെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഓൾഡ് സിസ്റ്റവും പാരലലി റൺ ചെയ്യുന്നുണ്ട്. അതപ്പോ സ്ട്രെങ്ത് ആണോ ഡെഫിഷ്യൻസി ആണോ? സ്ട്രെങ്ത്. ഡെഫിഷ്യൻസി ആണോ? സ്ട്രെങ്ത് അല്ലേ അത്? ഓൾഡ് സിസ്റ്റത്തിന്റെ കൂട്ടത്തിൽ അവർ ന്യൂ സിസ്റ്റം പാരലലി റൺ ചെയ്തിട്ട് ഡിഫറൻസ് ഉണ്ടോ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സ്ട്രെങ്ത് അല്ലേ? അത് കാരണം എന്തായിരിക്കും ബെനിഫിറ്റ് ഉണ്ടാവുക? ഇൻ കേസ് ഓഫ് ഒമിഷൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ, കമ്പനി വിൽ ബി ഏബിൾ ടു ട്രേസ് ദാറ്റ്. ദയവായി നമ്മുടെ അവിടെ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് ഓൺ എഫ്എസ് എന്തായിരിക്കും? The receivables balances will not be under or overstated. Recommendation, sorry, test of control ആയിട്ട് നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നുണ്ടാവും അവിടെ? രണ്ടും നമുക്ക് എടുത്ത് നോക്കാം. നമ്മൾ എന്ത് പറയാം? Select a sample of receivables balance in the new system and agree to the old system in order to confirm that the amounts transferred are complete and accurate. Clear ആയോ? Okay. ഇനി മതി പുതിയ സിസ്റ്റത്തിൽ ഒരു സാമ്പിൾ ഓഫ് ട്രാൻസാക്ഷൻസ് എടുത്ത് പഴയ സിസ്റ്റത്തിലും സെയിം എമൗണ്ട് ആണോ നോക്കിയാൽ മതി. ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് ആണെന്ന് എൻഷുർ ചെയ്യാനായിട്ട്. മനസ്സിലായോ എല്ലാവർക്കും പ്രോപ്പർലി? ഓക്കെ. ദെൻ വേറെന്താ പ്രോബ്ലം? Any other issues? Credit limit സെയിൽസ് ഡയറക്ടർ ആണ് അപ്രൂവൽ ചെയ്യുന്നത്. അപ്പം അതും ഡയറക്ട് കൺട്രോൾ അല്ല. ക്രെഡിറ്റ് ലിമിറ്റ് അപ്രൂവ് ചെയ്തേക്കുന്ന ആരാണ്? സെയിൽസ് ഡയറക്ടർ ആണ്. അതും ഒരു സ്ട്രെങ്ത് ഇൻ കൺട്രോൾ ആണ് അല്ലേ? കാരണം അവർ പറയുന്നുണ്ട് ഓരോ കസ്റ്റമേഴ്സിനെയും ക്രെഡിറ്റ് ചെക്ക് ചെയ്തിട്ട് സെയിൽസ് ഡയറക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ക്രെഡിറ്റ് ലിമിറ്റ് ഓതറൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കിട്ടുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? പോസിബിലിറ്റീസ് ഓഫ് ഹാവിംഗ് നമുക്ക് എന്താ പറയാം? ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് വിൽ ബി റിമൂവ് ആൻഡ് thereby receivables balances will not be overstated അല്ലേ? ഓക്കെ. അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്തായിരിക്കും? എങ്ങനെ നമുക്ക് അത് എൻഷുർ ചെയ്യാൻ പറ്റുക? സെയിൽസ് ഡയറക്ടറോട് ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയണ്ട. ഇവിടെ ഉള്ള ഡോക്യുമെന്റ് എന്തായിരിക്കും?
ക്രെഡിറ്റ് ലിമിറ്റ് എവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്? Credit authorization letter. ക്രെഡിറ്റ് ഓതറൈസേഷൻ ലെറ്റർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? We can review നമ്മൾ എന്താ പറയാ, review a sample of credit authorization letter provided to the new customers in order to confirm that these are being authorized by sales director. Clear ആയോ? Okay. Sales invoices are raised by the accounts department using approved company's price list, which is updated quarterly. Equestrian company offers discounts to the customer depending on the volume of sales, with an approved discount range of 2% to 10%. Discounts must be requested by sales manager, authorized by the sales director to allow accounts team to raise an invoice. Parayum. എന്തൊക്കെയാ? Strength or deficiency? അപ്രൂവ്ഡ് പ്രൈസ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? സെയിൽസ് ഇൻവോയ്സ് റേസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? കറക്റ്റ് ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും ചാർജ് ചെയ്യുന്നുണ്ടാവുക. റവന്യൂ എന്താവത്തില്ല എന്ന് പറയാം, വിൽ നോട്ട് ബി അണ്ടർ ഓർ ഓവർസ്റ്റേറ്റഡ്. അതിന് നമുക്ക് കൊടുക്കാൻ വരുന്ന ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്തായിരിക്കും? എക്സാക്ട്ലി, ഗുഡ്. നമുക്കൊരു സാമ്പിൾ ഓഫ് സെയിൽസ് ഇൻവോയ്സ് എടുക്കാം. അതിൻ്റെ അകത്തുള്ള പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് എന്തുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാന്ന് പറയാം. പ്രൈസ് ലിസ്റ്റ് കറക്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയാ, ഫോർ എ സാമ്പിൾ ഓഫ് സെയിൽസ് ഇൻവോയ്സ് agree the price in the invoice to the approved price list in order to confirm that the amounts included in the invoices are based on the updated price list. Clear ayo? Yes, sir. Okay. Ini verenda mokle approved discount. കസ്റ്റമേഴ്സിന് നമ്മൾ ഓരോ പ്രൊഡക്റ്റും കൊടുക്കുന്ന എന്തിന്റെ ബേസിസിലാണെന്ന് പറഞ്ഞു? നമ്മള് ഡിസ്കൗണ്ട് ഓഫ് 2 to 10% സെയിൽസ് മാനേജർ അപ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യാം? Therefore, the possibilities of providing sales discounts to the ineligible customers will be eliminated, and thereby the sales will not be understated. The response എന്തായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുക? എന്താണ് റെസ്പോൺസ്? എന്താ ഇവിടെ നമ്മൾ പറഞ്ഞത്? എന്തായിരുന്നു? ഇൻവോയ്സിന്റെ അകത്ത് ഡിസ്കൗണ്ട്സ് കൊടുക്കുമ്പോൾ അത് സെയിൽസ് മാനേജർ ഓതറൈസ് ചെയ്തിട്ടുണ്ടാവും എന്നല്ലേ പറഞ്ഞത്? അപ്പം അത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ എന്ത് ഡോക്യുമെന്റ് നിങ്ങൾ നോക്കേണ്ടത്? ഇവിടുത്തെ ഡോക്യുമെന്റ് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇൻവോയ്സ് അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറയാ, ഇൻസ്പെക്ട് എ സാമ്പിൾ ഓഫ് ഇൻവോയ്സസ് in order to confirm that the discounts provided are being authorized by sales manager, sorry, sales director. Clear ayo? Clear ayo mokle? Yes, sir. Yeah. Monthly perpetual inventory count are undertaken at each of the 9 warehouses, as full year inventory count is too descriptive for the company. High value items are stored in a secure area in each warehouse. Access is via 4-digit code, which for convenience is same across all the sites. Due to the company's reorganization program, some of the monthly inventory count were not performed. Parayyu, endake problem sir? Perpetual inventory count. കമ്പനി പെർപെച്വൽ ഇൻവെന്ററി കൗണ്ട് ആണ് ഫോളോ ചെയ്യുന്നത്. എന്നിട്ടോ അത് നടത്തിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങളോട് എന്താ പറഞ്ഞ? കമ്പനി പെർപെച്വൽ ഇൻവെന്ററി കൗണ്ട് ആണ് കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്നത്. പക്ഷെ അവർ റീഓർഗനൈസേഷൻ നടത്തുകയായിട്ട് അവർ അത് ചെയ്തിട്ടില്ല, മന്ത്ലി ഇൻവെന്ററി കൗണ്ടും നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? സോ വാട്ട് ഹാപ്പൻസ് ഇൻ ദാറ്റ് കേസ്? ദ വാല്യൂ ഓഫ് ഇൻവെന്ററി മൈറ്റ് ബി under or overstated, and there will be difference between the inventory that are physically existing and the inventory recorded in the books. Clear ayo? Yes, sir. I know കൊടുക്കാൻ വരുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കണം? Periodic. The Equestrian company should have undertaken annual inventory count at the year end and should ensure that the inventory balances are adjusted on the basis of the inventory cell physically in the warehouse. Clear ayo? Yes, sir. Okay. ഇനി അടുത്ത പ്രോബ്ലം നോക്കണേ. 4-digit code. അവർ പറഞ്ഞു ഹൈ വാല്യൂ ഇൻവെന്ററീസ് എല്ലാം അവരൊരു ലോക്കർ സിസ്റ്റത്തിലാണ് വെച്ചേക്കുന്നത്. അതിന്റെ 4-digit കോഡ് എല്ലാ വെയർഹൗസിനും സെയിം ആണ്, കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു. അപ്പൊ അവിടെ എന്തായിരിക്കും പോസിബിലിറ്റി ഉണ്ടാവുക? There can be chances of having theft or misuse of the assets, as the 4-digit code is accessible to everyone, which will be resulting in loss of asset for the company. Recommendation എന്തായിരിക്കണം? Separate codes. നമ്മൾ എന്താ പറയാ, unique codes should be maintained in each of the all warehouses, and they should ensure that these are being updated on regular basis and should be provided to only senior staff members. Clear ayo? Only authorized persons. Manasilayo? Yes, sir. Okay.
Bank reconciliations are undertaken monthly by the accounts clerk and details of the all reconciling items are included. Where some of the reconciling item is significant, the reconciliation is sent to the finance controller for review. In order to maximize the cash balance, finance director approves all the purchase invoices for payment 75 days after the receipt of invoice. Payments are made by cash or by bank transfer. Invoices are stamped as paid and returned to the purchase ledger team who records the payment and file the invoice separately from the invoice not yet paid. Paraya, endake problems ullathu? Endake problems ullathu Brian? ഒരു പ്രോബ്ലം ഇല്ലേ? ബാങ്ക് റീകൺസിലേഷൻ അവർ മന്ത്ലി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ എപ്പം മാത്രമാണ് അത് റിവ്യൂവിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്? സം ഓഫ് റീകൺസൈലിംഗ് ഐറ്റം സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ മാത്രമാണ് റീകൺസിലേഷൻ റിവ്യൂവിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് പറഞ്ഞത്. സം ഓഫ് റീകൺസൈലിംഗ് ഐറ്റം സിഗ്നിഫിക്കന്റ് ആണോ നോക്കിയിട്ടാണോ നമ്മൾ റിവ്യൂവിന് വേണ്ടി ശരിക്കും കൊടുക്കേണ്ടത്? അല്ല. സം ഓഫ് റീകൺസൈലിംഗ് ഐറ്റം നോർമലി സിഗ്നിഫിക്കന്റ് ആവാറുണ്ടോ? ഇല്ല. കാരണം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? സം ഓഫ് റീകൺസൈലിംഗ് ഐറ്റംസ് എന്ന് പറയുന്നത് നെറ്റ് ഓഫ് ആയി പോവും, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ഉണ്ടാവും. ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും വന്നു കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ആയി ചെറിയ ഫിഗർ ആയി മാറും. അതാണ് നമ്മൾ പറഞ്ഞ സം ഓഫ് റീകൺസൈലിംഗ് ഐറ്റം സിഗ്നിഫിക്കന്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വി വോണ്ട് ബി ഏബിൾ ടു ട്രേസ് ദ മിസ്റ്റേക്സ് ദാറ്റ് ആർ എക്സിസ്റ്റിംഗ് ഇൻ ദ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്സ്. റെക്കമെൻഡേഷൻ എന്തായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക? All the bank reconciliation statements should be provided for review, irrespective of whether the sum of reconciling items are significant or not. Clear ayo? Yes, sir. പിന്നെ അടുത്ത നമ്മളെ 75 days എടുക്കുന്നുണ്ട്. ഒരു 75 ഡേയ്സിന് ശേഷമാണ് പേയ്മെന്റ്സ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. So which means അതെന്താണ്? It's a delay in payments. So what happens when there is a delay in payment? Early settlement. Discounts will be missed, suppliers will be dissatisfied, and it will also lead to supplier loss of supplier goodwill. And supplier will not be willing to extend the credit in future. നമുക്ക് പറയാം. റെക്കമെൻഡേഷൻ എന്തായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുക അതിന് വേണ്ടിയിട്ട്? In case of early settlement discounts, payment should be made in advance, or else the payment should be made in accordance with the supplier credit terms. Clear ആയോ? Yes, sir. Okay, fine. ഇനി വേറെ എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? Invoices stamped as paid and returned purchase ledger. ഓക്കെ, ഇൻവോയ്സസ് നമ്മൾ പേ ചെയ്തതിനു ശേഷം പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നോട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ചെയ്യുന്നതുകൊണ്ട് എന്തായിരിക്കും ബെനിഫിറ്റ് ഉണ്ടാവുക? ഇൻവോയ്സസ് വൺസ് പേ ചെയ്തതിനു ശേഷം അവർ പെയ്ഡ് എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്യും. അപ്പൊ എന്തായിരിക്കും നമുക്ക് ഔട്ട് ഉണ്ടാവുക? അവോയ്ഡഡ് അല്ലെ? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് പേയ്മെന്റ്സ് വിൽ ബി അവോയ്ഡഡ് ആൻഡ് thereby the amount of payables will not be overstated. And അതിന്റെ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്തായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? For a sample of already paid invoices, review the invoices to confirm that they are stamped as paid once the payment is done. Clear ayo? Yes, sir. Ini where endenu undo ivide? Anything else? Exactly. There's a clear segregation of duty. ഏതൊക്കെ തമ്മിൽ ഇവിടെ segregation of duty ഉള്ളത്? പേയ്മെന്റ്സ് നടത്തുന്ന ആരാ? ക്യാഷർ ആണ്. ആൻഡ് അത് റെക്കോർഡ് ചെയ്യുന്ന ആരാണ്? Purchase ledger team ആണ് അല്ലേ? So there is clear segregation of duty between the members of members who make the payments to the cashier, payments to the supplier, at the same time the person who records the payment. Therefore the possibilities of having fraudulent transactions will be avoided and the payables balance will not be under or overstated. And നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്തായിരിക്കും? ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണോ? നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണോ? വീണ്ടും വീണ്ടും അതെ. അപ്പൊ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? ഒബ്സർവ് ചെയ്യാം. നമുക്ക് എന്ത് പറയാം? ഒബ്സർവ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് പേയ്മെന്റ് ടു ദ സപ്ലയേഴ്സ് ആൻഡ് ടു കൺഫേം ദാറ്റ് ദ പേയ്മെന്റ്സ് ആർ ബീങ് മെയ്ഡ് ബൈ ദ ക്യാഷർ ആൻഡ് ദ റെക്കോർഡ്സ് ആർ ബീങ് മെയിൻറ്റെയിൻഡ് ബൈ ദ പർച്ചേസ് ലെഡ്ജർ ടീം. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയാണ് നമുക്കിവിടെയുള്ള 5 deficiencies and recommendations, 5 direct controls and test of controls. Clear ആണ് എല്ലാവർക്കും? പ്രോപ്പർലി പക്കാ? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു മേജർ എക്സാമിനബിൾ ഏരിയ എന്ന് പറയാ, ദ ഏരിയ ഓഫ് ഇന്റേണൽ കൺട്രോൾസ്. അപ്പൊ ഏരിയ ഓഫ് ഇന്റേണൽ കൺട്രോൾസിന്റെ അകത്ത് നമുക്ക് ഇത്രയും ഏരിയസിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. സോ യു ഹാവ് ടു ഓൾവേസ് ഫോക്കസ് ഓൺ ദീസ് ഏരിയസ് ദാറ്റ് വി ഓൾറെഡി മെൻഷൻ. ഡെഫിഷ്യൻസി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്? ഐഡന്റിഫൈ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ഇമ്പാക്ട് എഴുതുക. റെക്കമെൻഡേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ എന്താ കൊടുക്കേണ്ടത്? What is actually required എന്നുള്ള കാര്യമായിരിക്കും. ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് എഴുതുമ്പോൾ എന്തൊക്കെ എഴുതേണ്ടത്? പ്രൊസീജിയർ, ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ, പർപ്പസ്. ഡയറക്ട് കൺട്രോൾസിന്റെ അവിടെ നമ്മൾ എന്തൊക്കെയായിരിക്കും പറയുന്നുണ്ടാവുക?
Identify. എക്സ്പ്ലെയിൻ ചെയ്യണം. ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്തായിരിക്കും എഴുതുക? പ്രൊസീജിയേഴ്സ് എഴുതണം, ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ പേര് എഴുതണം, പേർപ്പസ് എഴുതണം. ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പ്രോപ്പർലി? സോ അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു ഏരിയ ആണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് തന്നെ ഇൻ അഡീഷൻ ടു ദിസ് യു മസ്റ്റ് ഓൾസോ വാച്ച് ദ ഏരിയസ് ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഇന്ന് നാളെയായിട്ട് സബ്സ്റ്റാൻറ്റീവ്സും കൂടെ കാണുക. ആൻഡ് യു ക്യാൻ ഓൾസോ ആസ്ക് മീ ഡൗട്ട്സ് ഇൻ റിലേഷൻ ടു ദാറ്റ് വൈൽ പ്രാക്ടീസിങ് ദോസ് ഏരിയാസ്. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് നമ്മൾ നാളെ ചെയ്യുന്നുണ്ടാവുക ഓഡിറ്റ് റിസ്കിന്റെ ഏരിയ ആയിരിക്കും. സോ ദാറ്റ് വി വിൽ ഓൾസോ ഹാവ് എ ബെറ്റർ പിക്ചർ അബൌട്ട് ദ ഓഡിറ്റ് റിസ്ക് ആസ് വെൽ. ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും പക്കാ ക്ലിയർ ആണോ? ഓക്കെ, ഇന്ന് തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, സോ അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. സോ സീ യു ടുമോറോ ഗൈസ്. അപ്പൊ എല്ലാവരും നല്ലപോലെ നോക്കിയിട്ട് വരിക കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു, ബൈ.